ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തിയോടെ നമുക്ക് 3 ഹല്ലേലൂയ വിളിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വർഷവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനെയൊരു വേദപഠന ക്ലാസ്സിനെ കർത്താവ് ദാനമായി തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ ദിനം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം ഇങ്ങനെയൊരു യുവജന മീറ്റിങ്ങിനെ നമുക്ക് ദാനമായി തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ യുവജന മീറ്റിങ്ങിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവ് തന്നെ ഭാരം വഹിച്ച് അനുഗ്രഹമാക്കി തരണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും വന്നു ചേരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും വന്നു ചേരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കടന്നു വരുന്നവരുടെ യാത്രകളിലെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് സുരക്ഷിതമായി തക്ക സമയത്ത് വന്നു ചേരുവാൻ കർത്താവ് സഹായിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മധ്യ ശക്തിയോടെ വ്യാപരിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വൈകുന്നേര സമയത്ത് നമ്മുടെ സർവശക്തനായ ദൈവത്തെ ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിപ്പാനും എല്ലാം കർത്താവ് നമ്മെ സഹായിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ വൈകുന്നേര സമയത്തിൽ കർത്താവ് വലിയൊരു ശക്തിയും കൃപയും പുതുക്കവും അനുഗ്രഹവും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വിടുതലും കർത്താവ് അയക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ഈ വൈകുന്നേര സമയത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ യേശുവിനെ ഉയർത്തുമ്പോൾ അതിലൂടെ ഉയരുന്ന ശബ്ദ വീഴ്ചകൾ അനേകർക്ക് അതേ അരോചകമായി തീരാതെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും രക്ഷയുമായി തീരുവാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വിശുദ്ധന്മാരെ എല്ലാം കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന ദൈവം നമ്മോട് അരുളി ചെയ്യണം, അതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம், 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 ஸ்தோத்திரம். எங்களை நேசிக்கிற நல்ல தகப்பனே, ஆசீர்வதிக்கப்பட்டதான் இந்த மத்தியான நேரத்துக்காய் நன்றியோடு நாங்களுமே துதிக்கிறோம், ஸ்தோத்திரிக்கிறோம். கர்த்தர் எங்களை நேசித்தபடினாலே, எங்களுடைய பிள்ளைகளை நேசித்தபடினாலே இப்படிப்பட்டதான ஒரு வாலிபர் கூட்டம் நடத்தும்படி நல்ல ஒரு தருணத்திலே எங்களுக்கு இதையெல்லாம் ஆயத்தப்படுத்தி கொடுத்தபடினாலே நன்றியோடு நாங்களுமே துதிக்கிறோம், ஸ்தோத்திரிக்கிறோம். இந்த கூட்டம் முழுவதுமாய் ஆவியானவர் பொறுப்படுத்தி நடத்தும்படியாக நம்முடைய திருக்கரத்தில் தருகிறோம். தொடக்கம் முதல் முடியும் மட்டும் நம்முடைய சமூகம் காணப்படணுமே. ஒவ்வொரு வாலிபரும் நீ சந்தித்து உயிர்ப்பிக்கணுமே. நம்முடைய நித்தியமான நோக்கம் ஒவ்வொருடைய ஜீவியத்தை குறித்ததான் நம்முடைய திட்டத்தை தெளிவுபடுத்தும் ஆண்டவரே. இந்த பூமியில் நீ ஜீவித்த நாட்களில் வாலிபனுடைய கண்களை திறந்த பொழுது எல்லா மனுஷரையும் அவன் தெளிவாய் கண்டான் என்று நாங்கள் வாசிக்கிறோமே. ஆனபடினால் தன்னை நேசிக்கிறதான் ஆண்டுடைய அன்பின் ரூபத்தையும் ஆண்டுடைய மகிமையும் எல்லாம் தெளிவாய் காணும்படியாக இந்த பூமியும் இதன் பின்னே கிரியை செய்கிற சாத்தானுடைய கிரிகள் எல்லாம் கண்டறிந்து கொண்டு அவைகளை பகுத்தறிந்து கொண்டு அவைகளுக்கு விலகி தப்பிக்கும்படி இந்த கூட்டம் ஒவ்வொருவருக்கும் பிரயோஜனமாய் அமையட்டும். உமது நாம மாத்திரம் மகிமைப்படட்டும். தாழ்த்தி தருகிறோம். இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. We'll start with the English song. പാട്ടുതാളിലുള്ള ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. Keyboard. How many of you know this song already? എത്ര പേർക്ക് ഈ പാട്ട് അറിയാം?
Okay, we'll sing. It's a very simple song. We'll all sing together. ഇത് വളരെ ലളിതമായൊരു പാട്ടാകും, നമുക്കെല്ലാം ചേർന്ന് പാടാം. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord, singing, I love you, Lord, singing, I love you, Lord, I love you. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord, singing, I love you, Lord, singing, I love you, Lord, I love you. Now you all join with us and sing a little louder. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചേർന്ന് അല്പം കൂടി ഉച്ചത്തിൽ പാടുക. God willing, we'll divide these 2 hours into 4 sessions. ദൈവം അനുവദിച്ചാൽ ഈ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനെ 4 ഭാഗങ്ങളായി 4 വിധങ്ങളായി നാം തിരിക്കുന്നു. The first half an hour, we learn some songs and worship. ആദ്യത്തെ അരമണിക്കൂർ നാം പാട്ടുകൾ പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നു. After that, we'll have about half an hour of FAQ. അതിനുശേഷം അരമണിക്കൂർ FAQ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. If you all have any questions, write them on a piece of paper and pass them forward. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് മുൻപോട്ട് തരാം. The next half an hour, I'll share the word of God with you. അടുത്ത അരമണിക്കൂർ ഞാൻ നിങ്ങളോട് ദൈവവചനം പങ്കിടും. The last half an hour, we'll give room to the Holy Spirit. അവസാനത്തെ അരമണിക്കൂർ നാം പരിശുദ്ധാത്മാവിന് ഇടം നൽകും. Okay, now we'll all sing this song together. ഇപ്പോൾ നാം എല്ലാവരും ചേർന്ന് ഈ പാട്ട് പാടാം. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord, singing, I love you, Lord, singing, I love you, Lord, I love you. Again, loudly. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord, singing, I love you, Lord, singing, I love you, Lord, I love you. Now, I can hear all the microphone singers singing. I can't hear you singing. മൈക്കിൽ പാടുന്നവരുടെ പാട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും തന്നെ ശബ്ദം കേൾക്കുന്നില്ല. The song says, in moments like these, I will lift up my voice. ഈ പാട്ട് ഇപ്രകാരം പറയുന്നല്ലോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ശബ്ദം നന്നായി ഉയർത്തും. So please lift up your voice and sing. ആകയാൽ ദയവായി നിങ്ങളുടെ ശബ്ദം ഉയർത്തി പാടുക. When all of you sing together, it will sound very beautiful. നാം എല്ലാവരും കൂടി ചേർന്ന് പാടുമ്പോഴാകുന്നു പാട്ട് മനോഹരമായി തീരുന്നത്. Okay, again, loudly.
In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Again, voice louder. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. I will sing once again with you all. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടുകൂടി ചേർന്ന് പാടാം. Second time I will start, you all have to continue. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുടങ്ങി തരും, പിന്നെ നിങ്ങൾ പാടിക്കണം. So lift up your voice and sing. Practice it well this time. ആകയാൽ ഈ പ്രാവശ്യം കൂടി നല്ലപോലെ നിങ്ങൾ ഇത് പരിശീലിച്ച് ശബ്ദമുയർത്തി പാടുക. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Much better. Now we'll start. You all continue. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നല്ലതായി പാടി. ഇപ്പോൾ ഞങ്ങൾ പാടി ആരംഭിച്ചു തരും, നിങ്ങൾ തുടർന്ന് പാടുക. In moments like these, I will sing out a song. Very good. Singing. Very good. Everyone, again. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Now, clap your hands and sing, but don't increase the tempo. ഇപ്പോൾ കൈയടിച്ച് നിങ്ങൾക്ക് പാടാം, എന്നാൽ ദയവായി ഈ പാട്ടിന്റെ വേഗം നിങ്ങൾ കൂട്ടരുത്. Those who haven't got their hymn sheets, please put up your hands. ഇതുവരെയും പാട്ട് താൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവായി കൈ ഉയർത്തിയാട്ടെ. Someone go and get the sheets and distribute it, please. Put up your hands, those who haven't got your sheets. ഇനിയും പാട്ട് താൾ കിട്ടാത്തവർ മുൻപിൽ കിട്ടാനുണ്ട്.
Okay, we'll clap our hands now and sing, but don't go too fast. ഇപ്പോൾ നാം കൈയടിച്ച് പാട്ട് പാടുവാൻ പോകുന്നു, പക്ഷേ ദയവായി വേഗത്തിൽ പാടരുത്. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. On the first day, while speaking about the love of God, I asked a question. ആദ്യത്തെ ദിവസം ഇവിടെ ദൈവവചനത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. We all know God loves us. നമുക്കെല്ലാം അറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. But it's been many days since we told Jesus, I love you. എന്നാൽ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ദിവസമായി. Whenever we sit in prayer, we are praying, give me this, give me that, help me in this, help me in that. എപ്പോഴെല്ലാം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടോ, കർത്താവേ അത് തരണമേ, ഇത് തരണമേ, ഇന്നത് ചെയ്യണമേ എന്നെല്ലാം നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. One man said, most of our prayer is giving God ideas. ഒരു വ്യക്തി പ്രകാരം പറയുവാനിടയായി തീർന്നു, നമ്മുടെ അനേക പ്രാർത്ഥനകളും ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് തന്നെ ഐഡിയകൾ, ഓരോ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. So we don't tell I love you. കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നാം പറയാറില്ലല്ലോ. Now we are saying, in moments like these, in a youth camp like this, I want to say I love you, Jesus. ഇപ്പോൾ നാം ഈ പാട്ടിൽ കൂടി പാടിയത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഥവാ ഇങ്ങനെയുള്ള യുവജന മീറ്റിംഗിൽ കൂടി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. Let me tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. A person, a body without a soul or spirit is called a dead body. ആത്മാവ് അഥവാ പ്രാണനില്ലാത്ത ഒരു ശരീരത്തെ ശവശരീരം എന്നാണല്ലോ വിളിക്കുന്നത്. In the same way, when you sing a song, there is an emotion behind it. There is a thought behind it. Without emotions, without thought, if you're going to sing only the song, it's called a dead body. അതുപോലെ തന്നെ ഒരു പാട്ട് നാം അതിൻ്റെതായ വികാരങ്ങളില്ലാതെ, അതിൻ്റെതായ ചിന്തകളില്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെ, ധ്യാനിക്കാതെ പാടിക്കഴിഞ്ഞാൽ അതൊരു മരിച്ച ഒരു ശവശരീരം പോലെ തന്നെയാകും. So now we are going to give life to this song. ആകയാൽ നാം ഇപ്പോൾ പാട്ടിന് ജീവൻ നൽകുവാൻ പോകുന്നു. Clap your hands കൈയടിക്കാം. and think of Jesus. You are talking to Jesus, Lord, I want to sing a song to you. അതുപോലെ തന്നെ യേശുവിനോട് നേരിട്ട് സംസാരിക്കാം. കർത്താവ് യേശുവേ ഞാൻ നിന്നെ കാണുന്നു എന്നുള്ള വിധത്തിൽ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. So now we are on the stage, Jesus is the audience. ഇപ്പോൾ നാം എല്ലാവരും ഈ സ്റ്റേജിലായിരിക്കുന്നു, യേശു ഒരു അതിഥിയായി, ഓഡിയൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു. So we are going to sing. In moments like this, we want to celebrate you. We love you, Lord. അപ്പോൾ നാം പറയുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇത് ആഘോഷിക്കുവാനും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നോട് അറിയിക്കുവാനും ആഗ്രഹിക്കുന്നു. By now you should have learnt this song by heart. If possible, close your eyes and sing. ഈ സമയം കൊണ്ട് തന്നെ, ഇത്രയും പാടിയപ്പോൾ തന്നെ നിങ്ങൾ ഈ പാട്ട് പഠിച്ചിരിക്കാം. അതുകൊണ്ട് കഴിയുന്നവർ കണ്ണടച്ച് കൈയടിച്ച് ഈ പാട്ട് പാടുക. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Now we'll sing the first song, the Tamil song. അപ്പോൾ ആദ്യത്തെ തമിഴ് പാട്ട് പാടാം. Those who know, many of you will know this song already. You all can sing along. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ
சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மொழி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். அருள் தாருமே, பலன் தாருமே, அருள் தாருமே, பலன் தாருமே, அனல் மூட்டுமே, என்னை மாற்றுமே, அனல் மூட்டுமே, என்னை மாற்றுமே. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மொழி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மொழி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும், கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். Now we'll all lift up our voice and sing and clap our hands. എല്ലാവരും നാം ശബ്ദമുയർത്തി പാടി കൈയടിച്ച് ചേർന്ന് പാടാം. As you know, there's no drum here, so you have to clap your hands and give the rhythm. ഇവിടെ പ്രത്യേകിച്ച് ഡ്രംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കൈയടിച്ച് പാടി പാട്ടിന് താളം നൽകണം. Clapping the hands is not only for rhythm, it's part of worship. The Bible says clap your hands and sing. കൈയടിക്കുന്നത് അത് താളത്തിന് വേണ്ടി മാത്രമല്ല, വേദപുസ്തകം വചനം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ കൈത്താളങ്ങളോടുകൂടി കർത്താവിനെ പാടി സ്തുതിക്കണം. We'll all clap our hands and sing loudly. ആകയാൽ നാം എല്ലാവരും കൈയടിച്ചപ്പോൾ ഉച്ചത്തിൽ പാടാം. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மொழி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மொழி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். அருள் தாருமே, பலன் தாருமே, அருள் தாருமே, பலன் தாருமே, அனல் மூட்டுமே, என்னை மாற்றுமே, அனல் மூட்டுமே, என்னை மாற்றுமே. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும்
തകർന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும், கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். Now we are going to close our eyes and sing. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ണുകൾ അടച്ച് പാട്ട് പാടാം. The second stanza says, കോട്ടകൾ തകർന്നിടട്ടും, let the fortresses be broken. രണ്ടാമത്തെ ചരണത്തിൽ നാം പാടിയതുപോലെ കോട്ടകൾ തകർന്നിടട്ടെ, അഥവാ എല്ലാ ശത്രുവിന്റെ കോട്ടകളും തകർന്നിടണം. And let the flags of victory be hoisted. എല്ലാ ജയത്തിന്റെ കൊടികളും നമ്മുടെ മധ്യേ പറന്നുയരണം. And let the name of Jesus alone be glorified in our midst. യേശുവിന്റെ നാമം മാത്രം നമ്മുടെ മധ്യത്തിൽ ഈ ഭൂമിയിൽ ഉയർത്തപ്പെടണം. What are these fortresses? ഈ കോട്ടകൾ എന്താകുന്നു? So many things that are going on in our mind. നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന അനേക കാര്യങ്ങൾ. Recently one young girl said, അടുത്തിടെ ഒരു യൗവനക്കാരിയായ പെൺകുട്ടി പ്രകാരം പറഞ്ഞു, brother, I saw some videos now that's coming in my mind. I feel like I'm going mad. ബ്രദർ, ഞാൻ ചില വിശ്വാസികളെ കണ്ടു, എന്നാൽ Videos, I saw some ഞാൻ videos. ചില വീഡിയോകൾ കണ്ടു. അതിപ്പോൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. എൻ്റെ മനസ്സിൽ അതെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. So all these things that we see and hear and interact with, they play with our minds. When we come and sit in God's presence, they will come and interfere. ആകയാൽ നാം കാണുകയും കേൾക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടി നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാകും. So we'll first of all lift up our hands and offer about 100 praises to God that those fortresses might be broken. ആകയാൽ പാട്ട് പാടുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള സകല കോട്ടകളും തകർന്നു വീഴേണ്ടതിനായി ശക്തിയോടെ ഒരു 100 സ്തോത്രം ചെയ്താട്ടെ. Stand on your knees and lift up your hands and praise God 100 times. എല്ലാവരും മുഴങ്കാലിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ഇപ്രകാരം ശക്തിയായി സ്തോത്രം ചെയ്യാം. As you praise God, let those fortresses be broken. നിങ്ങൾ സ്തുതിക്കുമ്പോൾ തന്നെ, സ്തോത്ര ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ അങ്ങനെയുള്ള എല്ലാ കോട്ടകളും തകർന്നു വീഴുവാൻ ഇടയാകണം. When you praise God, think of your Savior, your Almighty God. Bring Him before you. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷകനെ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ആത്മാവിൽ നിങ്ങൾ കൊണ്ടുവരിക. Remember His power and praise Him. അവന്റെ ശക്തി എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ നിങ്ങൾ സ്തുതിക്കുക. Some of you can't even close your eyes. നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാൻ കൂടി സാധിക്കുന്നില്ല. But that fortress is going to be broken in Jesus' name. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ കോട്ടകളും തകർന്നു വീഴുവാൻ പോകുന്നു. Some of you are not able to concentrate. ചിലർക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. But as you praise God, that fortress will be broken. എന്നാൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അങ്ങനെയുള്ള സകല കോട്ടകളും തകർന്നു വീഴുവാൻ പോകുന്നു. Oh man of God, praise God. ഓ ദൈവപുരുഷ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh soldier of Jesus Christ, praise God. യേശു ക്രിസ്തുവിന്റെ പടയാളിയെ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Stotram, stotram, stotram. Stotram, stotram. Amen. Louder, louder. Praise God, louder. എല്ലാവരും ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞാട്ടെ. Stotram, 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 stotram. Shabadu anamau samtuda. Stotram, 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 stotram,
Shida Bhaktinanka Samtudi Biganamo Shabam Karamani Amtuda. Stotram, 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 Stotram. Stotram, 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 Stotram. As you are praising God, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ God's presence is intensifying in this place. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ അധികമായ തീവ്രമായ നിലയിൽ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുകയാണ്. As His presence intensifies, all these fortresses will be scattered. ദൈവ സാന്നിധ്യത്തിന്റെ തീവ്രത നമ്മുടെ മധ്യത്തിൽ വർദ്ധിക്കുമ്പോൾ തന്നെ പിശാചിന്റെ സകല കോട്ടകളും തകർന്നു വീഴുവാൻ ഇടയാകും. Just few more seconds, praise God. അല്പസമയം കൂടി, ചില നിമിഷങ്ങൾ കൂടി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise Him because your God is an almighty God. നിന്റെ ദൈവം സർവശക്തനായ ദൈവമായത് കൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. Because He's a holy God. അവൻ വിശുദ്ധനായ ദൈവമായത് കൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotram Yesue, Stotram, 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 Sita Bantuna, Shabakatudanka, Shabankalamtuda, Stotram, 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 Stotram. Amen. Now you're going to clap your hands and sing. ഇപ്പോൾ നിങ്ങൾ കൈയടിച്ച് നാം എല്ലാവരും ചേർന്ന് പാടുവാൻ പോകുന്നു. You know, our warfare is not with swords and knives and sticks and guns. അതെ, നമുക്കറിയാം നമ്മുടെ പോരാട്ടം, നമ്മുടെ യുദ്ധം കത്തിയും കുന്തവും വാളും പരിചയും ഇങ്ങനെയുള്ള അക്ഷരികമായ വസ്തുക്കളെ കൊണ്ടല്ല. Our weapon is clapping our hands and singing and shouting praise the Lord. നമ്മുടെ ആയുധങ്ങൾ കൈ തട്ടുന്നത്, നാം ഉച്ചത്തിൽ പാടുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെ ആകുന്നു. So clap your hands, that's your weapon. ആകയാൽ ഇപ്പോൾ കൈയടിക്കുക, കൈയടിച്ച് ചേർന്ന് പാടുക, അതാകുന്നു നമ്മുടെ ആയുധം. Sing loudly, that's your weapon. ഉച്ചത്തിൽ ശബ്ദമുയർത്തി പാടുക, അതൊരു ആയുധമാകുന്നു. Believe in your powerful Jesus, that's your weapon. നിന്റെ ശക്തിയേറിയ യേശുവിൽ നീ വിശ്വസിച്ച് പാടുക, അതൊരു ആയുധമാകുന്നു. കോട്ടകൾ തകർന്നിടട്ടും, കോടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കോടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. ആമേൻ. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. ആമേൻ. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Yarama Sankarama Shabala Dia Sabankaraba Yaturama Sabakaramani Amtuda. Thank you, Jesus. We praise you, Jesus. We praise you, Jesus. We praise you. Amen. Don't feel shy. ഇപ്പോൾ നിങ്ങൾ ലജ്ജിക്കരുത്. Don't be afraid. ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Fear and shyness are weapons of the devil. ഈ ഭയവും ലജ്ജയും എല്ലാം പിശാചിന്റെ ആയുധങ്ങളാണ്. You're clapping your hands and you're speaking in tongues are weapons of Jesus Christ. എന്നാൽ നിങ്ങൾ കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ പാടുന്നതോ അത് യേശു നൽകിയ ആയുധങ്ങളാകുന്നു. Who is going to win in your body? നിന്റെ ശരീരത്തിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Who is going to win in your mind? നിന്റെ മനസ്സിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Who is going to win in your future? നിന്റെ ഭാവിയിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Let the Holy Spirit control your body. പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കട്ടെ. Let the Holy Spirit control your mind. പരിശുദ്ധാത്മാവ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കട്ടെ. Let the Holy Spirit control your future. പരിശുദ്ധാത്മാവ് നിന്റെ ഭാവിയെ നിയന്ത്രിക്കട്ടെ.
Shida Mankara Sapura Mankalamani Amtuda. Jesus, thank you, Jesus. Thank you, Jesus. Yes, way. Yes, way. Stotra. Shida Rabaktidan Kalau Shabankaramani Amtuda. Thank you, Jesus. Thank you, Jesus. Sirabau Shadari Bantudankala, Sibara Bantudankala, Riama Sabruhanya Rabau Shabankalamani Amtuda. Thank you, Jesus. 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 Yes, way. Yes, way. Yes, way. Stotra. Yes, way. Shidaraba Kalaba Sabakarabana Mankalamtuda, Rialaba Sabarna Hantudankara. Thank you, Jesus. Thank you, Jesus. Amen. Now we are going to sing the Malayalam song. Just be on your knees. Continue to be on your knees. നിങ്ങൾ മുഴങ്കാലിൽ തന്നെ നിൽക്കുക. മലയാളം പാട്ടുകൂടി പാടി നമുക്ക് പാടാം. Most of you know it by heart, so just close your eyes and sing. ഏറെക്കുറെ എല്ലാവർക്കും ഈ പാട്ട് കാണാതെ അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് തന്നെ പാടുക. It's a song where you are making a decision. ഇത് ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഗാനമാകുന്നു. Lord, I've been loving so many other people, so many other things, but today I make a decision. I will love you more than everything else. കർത്താവേ, ഞാൻ അനേക വ്യക്തികളെ അനേക വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ പൂർണ്ണമായി ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കും എന്ന ഒരു തീരുമാനമാകുന്നു ഈ പാട്ടിലുള്ളത്. Close your eyes and join us and make this decision towards Jesus. ആകയാൽ ഇപ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് തീരുമാനത്തോടുകൂടി എല്ലാവരും നമുക്ക് ചേർന്ന് പാടാം. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. മുഴുമനസ്സോട് ആരാധിക്കും മുഴുവനത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 ആരാധിക്കും. സ്നേഹിച്ചിടും സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 ആരാധിക്കും. മുഴുമനസ്സോട് മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 ആരാധിക്കും. മുഴുമനസ്സോട് മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 Thank you, Jesus. Stotra. Yeswe, stotra. Yeswe, stotra. Yeswe, stotra. Thank you, Jesus. 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 Stotram Yeswe, Stotram Yeswe, Stotram. Amen.
Hallelujah. ഹല്ലേലൂയ. Let's be seated. എല്ലാവർക്കും ഇരിക്കാം. Towards the end, we will have more chance to get filled in the Spirit. ഈ കൂട്ടത്തിന്റെ അവസാനത്തെങ്കിൽ അല്പം കൂടി ആത്മാവിൽ നിറയുവാൻ സമയം തരാം. Now, if you have any questions, you can write them down on a piece of paper and you can pass them on in front. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പേപ്പറിൽ എഴുതി മുൻപോട്ട് നൽകാവുന്നതാണ്. If you want paper, you can lift up your hands. ഇനി പേപ്പർ ആവശ്യമെങ്കിൽ അതിനും കൈ ഉയർത്താം. You don't have to write your names. നിങ്ങളുടെ പേരുകൾ എഴുതേണ്ട ആവശ്യമില്ല. Just write your question and pass them in front. നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി അത് മുൻപോട്ട് തരാം. But do it quickly, please. എന്നാൽ അത് പെട്ടെന്ന് ചെയ്യണം. ഉൽപ്പത്തി 15-ാം അധ്യായം 13-ാം വാക്യം. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. പുറപ്പാട് 12:40. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പ്രവാസം 430 സംവത്സരമായിരുന്നു. 30 സംവത്സരം കൂടുതലായതെങ്ങനെ? So this is a seeming contradiction. ഇത് അല്പം വിരോധാഭാസമായി തോന്നും. One verse says the Israelites will serve in a strange country ഒരു സ്ഥലത്ത് for 400 years. ഒരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ 400 സംവത്സരം അവരെ പ്രവാസികളായിരുന്നു സേവിക്കുമെന്ന് എഴുതിയിരുന്നു. In another verse it says they were in Egypt for 430 years. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ മക്കൾ 430 സംവത്സരം പ്രവാസികളായിരുന്നു എന്ന് വായിക്കുന്നു. I'll give you a clue on how to try to answer these questions. ഇങ്ങനെ ഉള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരാം. Okay, you say which verse is correct, which verse is wrong? ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. Is Genesis 15:13 correct or Exodus 12:40 correct? ഉൽപ്പത്തി 15:13 ആണോ ശരി, അതോ പുറപ്പാട് 12:40 ആണോ ശരി? How many of you say 400 years is correct? 400 ആണ് ശരി എന്നുള്ളവർ കര ഉയർത്തിയാട്ടെ. How many of you say 430 is correct? ഇനി 430 ആണെന്ന് ശരിയുള്ളവർ കര ഉയർത്തിയാട്ടെ. Yeah, I know what you are trying to say. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. Better not to answer than give a wrong answer, isn't it? ഇപ്പോൾ ഉത്തരം നൽകാതിരുന്നിട്ട് തെറ്റായ ഉത്തരം നൽകണം. It is better not to give an answer than to give a wrong answer. ഒരു തെറ്റായ ഉത്തരം നൽകുന്നതിനേക്കാൾ നല്ലത് ആൻസർ പറയാതിരിക്കുന്നതാണല്ലോ. Okay, you all say which is correct? Genesis 15:13, that is 1, or Exodus 12:40, that is 2. Which is correct? ഉൽപ്പത്തി 15:13 അത് 1, അടുത്തത് പുറപ്പാട് 12:40 അത് 2. ഇതിലേത് ശരി? Which is correct? 1 or 2? Those who say 1 is correct, put up your hands. Maybe you are hearing these verses for the first time. ഈ വാക്യങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? Those who say both are correct, put up your hands. ഇനി രണ്ടും ശരിയാണെന്നുള്ളവരൊന്ന് കര ഉയർത്തിയാട്ടെ. Not bad. At least now some 4 or 5 hands went up. ഇപ്പോഴെങ്കിലും 4-5 കരം ഉയർത്തിയല്ലോ. That's the answer. Both are correct. രണ്ടും ശരിയാണ്. How can 400 and 430 be correct? അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് 400-ഉം 430-ഉം ശരിയാകുന്നത്? So you have to look for a reason there. അപ്പോൾ അതിനൊരു കാരണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. Exodus 12:40 says the Israelites were in Egypt for 430 years. പുറപ്പാട് 12:40 പറയുന്നു ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ആയിരുന്ന സംവത്സരം 430 ആയിരുന്നു. But in Genesis 15:13 it says they will serve for 400 years. എന്നാൽ ഉൽപ്പത്തി 15:13 വായിക്കുന്നത് അവർ 400 സംവത്സരം ആ ദേശക്കാരെ സേവിച്ചു. That means 30 years they were free. അതിന്റെ അർത്ഥം 30 വർഷം അവർ സ്വതന്ത്രരായിരുന്നു. They were in Egypt but they were free. They were not slaves. അവർ മിസ്രൈമിൽ തന്നെ ആയിരുന്നു, പക്ഷേ അവർ 30 സംവത്സരം സ്വതന്ത്രരായിരുന്നു. So the slavery was 400 years. ആകയാൽ മുഴുവനും നോക്കിയാൽ ഈ അവരുടെ അടിമത്വം 400 വർഷമാണ്. But the staying was 430 years. എന്നാൽ അവിടെ അവർ മുഴുവനുമായി താമസിച്ചത്, പാർത്തത് 430 വർഷം. Next question.
ഗലാത്യർ 2:9 എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കേഫ പത്രോസ് അപ്പോസ്തലനാണോ അതോ മറ്റൊരു വ്യക്തിയാണോ? It is Peter. അത് പത്രോസ് തന്നെയാകുന്നു. So I don't know if you want. It is Peter because Peter, James and John. They are the three there. അത് പത്രോസും യാക്കോബും യോഹന്നാനുമാകുന്നു തൂണുകളെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം, ദുർചിന്തകൾ എങ്ങനെ മാറ്റുവാൻ കഴിയും? How do I get rid of evil thoughts? എങ്ങനെ ദുർചിന്തകളെ മാറ്റുവാൻ കഴിയും? It's a small question, but the answer is a big answer. അതൊരു ചെറിയ ചോദ്യമാണ്, ഉത്തരം വളരെ വലുതാണ്. It varies from person to person. അത് ഓരോ വ്യക്തികൾ തമ്മിൽ അതിന് അന്തരമുണ്ട്, വ്യത്യാസമുണ്ടാകും. One person can overcome evil thoughts in one night, but another person it might take a lifelong process. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ദുർചിന്തകളിൽ നിന്ന് വിടുതൽ ലഭിച്ചേക്കാം. പക്ഷേ മറ്റൊരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചേണ്ടി വന്നേക്കാം. So there are many factors. ആകയാൽ പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. It depends on, whether your evil thoughts are obscene, vulgar or sexual thoughts, or whether they are violent thoughts. ഈ ദുർചിന്തകൾ എന്ന് പറയുമ്പോൾ അത് അശ്ലീലമായത്, മ്ലേച്ഛതയുള്ളത്, ലൈംഗികതയുള്ളത് ഇതൊക്കെയാണോ, അല്ലെങ്കിൽ അത് വളരെ കോപവും ക്രോധവുമുള്ള ആക്രോശപരമായ കാര്യങ്ങളാണോ? ഇത് രണ്ടിനെ ആശ്രയിച്ചിരിക്കും. See, one thing that we have to realize is you cannot overcome on your own. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഏത് തന്നെയാണെങ്കിലും നമുക്ക് സ്വതവേ ഇതിനെ ജയിപ്പാൻ കഴിയുകയില്ല. That's why you need a savior. അതുകൊണ്ടാകുന്നു ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. It's not enough to pray, save me, help me overcome these thoughts. കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഈ ചിന്തകളെ ജയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുകൊണ്ട് വെറും പ്രാർത്ഥന കൊണ്ടായില്ല. You have to find a way of leaping towards Jesus and holding him. നാം ഈ വിഷയത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് നാം ചാടിച്ചെന്ന് യേശുവിനെ അതിനെ മുറുകെ പിടിക്കേണ്ടുന്നത് വളരെ ആവശ്യമാകുന്നു. On the first day I told you the answer to every problem on this planet is loving God. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഗ്രഹത്തിൽ ഉള്ള സകല പ്രശ്നങ്ങളുടെയും ഏക പരിഹാരവും ഏറ്റവും ഉത്തമമായ പരിഹാരവും യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. Learn to love Jesus and learn to go deep into his love. Pray for that. And all these evil thoughts will by themselves fall away. യേശുവിനെ സ്നേഹിക്കുവാൻ പഠിക്കുക, അധികമായി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ശീലിച്ചു കഴിയുമ്പോൾ അതുപോലെ തന്നെ മറുവശത്ത് ഈ ദുഷ്ടചിന്തകൾ തനിയെ ഒഴിഞ്ഞു പോകും. Why I am giving you see that you need faith, you need anointing, you need grace, all that is there. But if you get this love for Jesus, it answers many other problems apart from evil thoughts also. വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഈ കാര്യത്തിൽ ആവശ്യമാകുന്നു. എന്നാലും എന്തുകൊണ്ടാണ് ഞാൻ ഈ ദൈവസ്നേഹമെന്ന് മാത്രം ഏറ്റവും ഒന്നാമതായി എടുത്തു പറഞ്ഞത്? കാരണം ഇത് ഈ വിഷയത്തിന് മാത്രമല്ല, മറ്റു അനേക പ്രശ്നങ്ങൾക്കും ഈ ദൈവസ്നേഹം പരിഹാരമാണ്. So you pray for loving Jesus more. അതുകൊണ്ട് യേശുവിനെ അധികമായി സ്നേഹിക്കുവാൻ പ്രാർത്ഥിക്കുക. Next question. Here there's a question says, why is it that we are differing from other Pentecostals? Won't they go to heaven? നാം എന്തുകൊണ്ടാകുന്നു മറ്റു പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് വ്യത്യസ്തരായി നമ്മെ തന്നെ ആക്കുന്നത്? അവർ സ്വർഗത്തിൽ പോവുകയില്ലേ? We are not saying that other Pentecostals will go to hell. മറ്റു പെന്തക്കോസ്ത് ഗ്രൂപ്പിലുള്ളവർ നരകത്തിൽ പോകുമെന്നല്ല നാം പറയുന്നത്. Nor are we saying that we are the best and we are more holy than all of them. മറ്റു പെന്തക്കോസ്ത് ഗ്രൂപ്പുകളെക്കാൾ നമ്മളാണ് ഏറ്റവും മികച്ചത്, ശ്രേഷ്ഠമേറിയത്, നാം സ്വർഗത്തിൽ പോകുന്നു എന്നൊന്നും നാം പഠിപ്പിക്കുന്നുമില്ല. But we have certain regulations where we are more strict than other churches. എന്നാൽ മറ്റ് സഭകളെക്കാൾ ചില കാര്യങ്ങളിൽ, ചട്ടങ്ങളിൽ, പ്രമാണങ്ങളിൽ നമുക്ക് ചില കർശന സ്വഭാവമുണ്ട്. As you all know, heaven is not just one general place. നാം എല്ലാം അറിയുന്നത് പോലെ സ്വർഗം ഒരു പൊതുവായ ഒരു സ്ഥലമല്ല. There are many sections in heaven. സ്വർഗത്തിൽ പല വിഭാഗങ്ങൾ, സ്ഥലങ്ങളുണ്ട്. And there is one place for the perfect. എന്നാൽ പൂർണ്ണപ്പെട്ടവർക്ക് ഒരു സ്ഥലമുണ്ട്. So to go there you have to be very strict. എന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടതിന് വളരെ കാർക്കശ്യ സ്വഭാവമുള്ളവരായി നിലനിന്നേ മതിയാകും. If you want to go to some corner of heaven, that's enough for me.
then you can live a loose life. സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നാൽ മതി എന്നുള്ളവർ അതിൻ്റെതായ വിധത്തിൽ ജീവിച്ചാൽ മതിയാകും. But we are preaching and ministering so that we can become the bride. That's the perfect group of people. എന്നാൽ നാം പഠിപ്പിക്കുന്ന ഉപദേശവും നമ്മുടെ നിയമങ്ങളുമെല്ലാം ഏത് വിധേനയും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരണമെന്നുള്ളതാകുന്നു. അവളാകുന്നു പൂർണ്ണത. If you want to run and win in your race in your school athletics meet, നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു അത്ലറ്റിക് മീറ്റിൽ നിങ്ങൾ ഓടി സമ്മാനമെടുക്കണമെങ്കിൽ you can sleep 8 hours a day, you can have ice cream every day. 8 മണിക്കൂർ ദിവസവും ഉറങ്ങാം, എല്ലാ ദിവസവും ഐസ്ക്രീമും കഴിക്കാം. But if you're going to win in the Olympics for 100 meters, you ask those athletes, they'll be very strict in their diet. എന്നാൽ ഒളിമ്പിക്സിലുള്ള ഓട്ടപന്തയത്തിൽ അവിടെ ഓടുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ കർശനമുള്ളവരായിരിക്കും. So that's why we want to run so that we may obtain. We want the best, and so we are strict with ourselves. ആകയാൽ ഇതിൻ്റെ ഉത്തരം എന്നത് നാം ഏതു വിധേനയും ആ വിരുദ് പ്രാപിപ്പാൻ വേണ്ടിയാണ് ഓടുന്നത്. അതുകൊണ്ട് നാം ഈ തിരുവചന നിയമങ്ങളിൽ ഉപദേശങ്ങളിൽ കർശന സ്വഭാവമുള്ളവരായിരിക്കുന്നു. Okay, next. Please don't want any more questions. This is enough. ദൈവം എല്ലാവരോടും തൻ്റെ ശബ്ദം കേൾപ്പിക്കുമോ? എല്ലാവരും ദർശനങ്ങൾ കൂടെ കൂടെ കാണുമോ? Will God allow his voice to be heard by everyone? Will everyone see visions? ദൈവം എല്ലാവരെയും തൻ്റെ ശബ്ദം കേൾപ്പിക്കുമോ? എല്ലാവരും ഇതുപോലെ ദർശനങ്ങൾ കൂടെ കൂടെ കാണുമോ? What is the time? Someone tell the time. What's the time? No one has a watch, eh? It's all in your mobile phones. 3:50, okay. Now, when I asked you what is the time, you looked at the watch and the watch spoke to you. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സമയം ചോദിച്ചപ്പോൾ നിങ്ങൾ വാച്ചിൽ നോക്കി. ചിലർ വാച്ച് നിങ്ങളോട് സമയം പറഞ്ഞു. Did the watch open its mouth and tell you the time? ഇപ്പോൾ വാച്ച് വാ തുറന്നാണോ നിങ്ങളോട് സമയം പറഞ്ഞത്? But without opening, it doesn't have a mouth, but it communicated the time to you. അപ്പോൾ ഈ വാച്ചിന് വായില്ല, അത് വാ തുറന്നല്ല നിങ്ങളോട് സംസാരിച്ചത്, പക്ഷേ അത് ആശയവിനിമയം നടത്തി കഴിഞ്ഞു. In the same way, Jesus won't speak with his mouth. God doesn't speak with an audible voice. അതുപോലെ തന്നെ ദൈവം നേരിട്ട് വായ് കൊണ്ട് സംസാരിക്കാതെ കേൾക്കുന്ന തരത്തിലുള്ള ശബ്ദത്തിലല്ല സംസാരിക്കുന്നത്. With a voice where you can hear with your ears. നമ്മുടെ സ്വന്തം കാതുകൾ കൊണ്ട് കേൾക്കുവാൻ തക്ക വിധത്തിലല്ല. How many of you have seen dreams in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്? Put up your hands. Those who have seen dreams, at least one dream in your life, put up your hands. ജീവിതത്തിൽ ഒരു സ്വപ്നമെങ്കിലും കണ്ടിട്ടുള്ളവർ? Okay, put down your hands. Have you heard people speaking to you in your dreams? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതായി കേട്ടിട്ടുണ്ടോ? Have you heard someone crying or screaming or speaking or laughing in your dream? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആരെങ്കിലും കരയുന്നത്, ചിരിക്കുന്നത്, അലറി വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? You have. But it's not something you heard with your ears. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ സ്വന്തം കാതുകൊണ്ട് കേട്ടതല്ലല്ലോ. Because it's something going on inside you. അതൊന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാകും. So although it's not heard with your external ears, still you are hearing it. നിങ്ങളുടെ ബാഹ്യമായ കാതുകൾ കൊണ്ട് നിങ്ങൾ അത് കേൾക്കുന്നില്ല എങ്കിലും പക്ഷേ നിങ്ങൾ അത് കേട്ടു. God's voice is like that. ഇതുപോലെയാകുന്നു ദൈവശബ്ദം. So it's not that you should hear like a human voice in your ear, God speaking. ഒരുപക്ഷേ ഒരു മാനുഷിക ശബ്ദം പോലെ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കാതുകളിൽ നേരിട്ട് കേൾക്കണമെന്നില്ല. Like the watch tells the time to you, it's a communication from God. വാച്ച് നിങ്ങളോട് ആശയവിനിമയം നടത്തി സമയം നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ Which means he'll speak through visions, through dreams, through prophecies, through some situations, through the Bible, through other people, through friends, through failures. So many ways he will talk to you. അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ അനേകം വഴികളുണ്ട്. സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, മറ്റുള്ളവരിൽ കൂടിയുണ്ട്, പ്രവചനങ്ങളുണ്ട്, നമ്മൾ കടന്നു പോകുന്ന ചില പാതകളിൽ കൂടിയുണ്ട്, നമ്മുടെ ചില തോൽവികളിൽ കൂടിയുണ്ട്. ഇങ്ങനെയെല്ലാം ദൈവം സംസാരിക്കും. So that God will speak to everyone. ആകയാൽ അങ്ങനെ ദൈവം എല്ലാവരോടും സംസാരിക്കും. A vision is one such source of God communicating. Vision. ദർശനം അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാകുന്നു. God speaking to us. ദൈവം നമ്മോട് സംസാരിക്കുന്നു.
So that vision is one source by which God speaks to us. ആകയാൽ ദർശനം മുഖാന്തരം ദൈവം മനുഷ്യരോട് So it's സംസാരിക്കുന്ന not ഒരു necessarily വിധമാണ്. that's not necessarily that everyone should see visions, but it's one way. അതിന്റെ അർത്ഥം എല്ലാവരും ദർശനത്തിൽ കൂടെയാണ് ദൈവശബ്ദം കേൾക്കുന്നതെന്നല്ല, അതൊരു വഴി മാത്രം. But if you like to see visions, ask God. അപ്പോൾ നിങ്ങൾ അങ്ങനെ ദർശനം കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. So another question here. Is disobedience a great sin or taking medicine a great sin? അനുസരണക്കേടാണോ വലിയ പാപം, അതോ മരുന്ന് ഉപയോഗിക്കുന്നതാണോ വലിയ പാപം? Wasn't disobedience the first sin in the world? അനുസരണക്കേടാണോ ലോകത്തിലെ ആദ്യ പാപം? If our parents tell us to take medicine, how can we avoid it? മാതാപിതാക്കൾ ഞങ്ങളോട് മരുന്നെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ കഴിയും? So the question is this. ഇപ്പോൾ ചോദ്യം ഇതാണ്. My parents are asking me to take medicine. എൻ്റെ മാതാപിതാക്കൾ എന്നോട് മരുന്നെടുക്കുവാൻ പറയുന്നു. If I take medicine, I'm obeying my parents. ഞാൻ മരുന്നെടുക്കുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നു. If I don't take medicine, I'm disobeying my parents. ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അവഗണിക്കുകയാണ്, അവരോട് അനുസരണക്കേട് കാണിക്കുന്നു. So should I take medicine and do that sin and disobey my parents? Which is the bigger sin? That's the question. ആകയാൽ ഞാൻ മരുന്നെടുക്കാതെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു, ഇതിലേതാണ് വലിയ പാപമെന്നാണ് ചോദ്യം. There is a verse in the Bible which says, "Children, obey your parents in the Lord, for this is right." വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിൻ. So obedience to parents is required in the Lord. ആകയാൽ മാതാപിതാക്കളോട് ഉള്ള അനുസരണവും ക്രിസ്തുവിൽ കർത്താവിൽ മാത്രം മതി. There are smoking dads and drinking dads who teach their children how to smoke and drink also. So I have to obey my parents. അപ്പോൾ ചില പുകവലിക്കുന്ന മദ്യപിക്കുന്ന ചില അപ്പന്മാരുണ്ടല്ലോ, അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അതൊക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അതും അനുസരണക്കേടല്ലേ? So we can't just obey our parents in everything. അപ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളെ അനുസരിപ്പാൻ കഴിയുകയില്ല. So if you are in a tight corner where you are forced to obey your parents, you pray to Jesus and ask for a situation out of it. ഏത് വിധേനയും മാതാപിതാക്കളെ അനുസരിച്ചേ തീരൂ എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി കർത്താവിനോട് പ്രാർത്ഥിച്ച് അതിനൊരു പോംവഴി ചോദിക്കുക. When I was a young brother, ഞാനൊരു ചെറിയ സഹോദരനായിരുന്നപ്പോൾ I went with some servants of God. ഞാൻ ചില കർത്തൃ ശുശ്രൂഷകരോടൊപ്പം പോയി. It was in another place, another city. അത് മറ്റൊരു പട്ടണമായിരുന്നു. So then the worker brothers got an idea. അപ്പോൾ ശുശ്രൂഷകനായ സഹോദരന് ഒരു ഐഡിയ ഉണ്ടായി. There was a temple there which is a tourist spot. അവിടെ ടൂറിസ്റ്റുകൾ ചെല്ലുന്ന ഒരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. So they said, we'll go and see that temple. നമുക്കൊന്ന് പോയി ആ അമ്പലം കണ്ടാലോ? So I was only servants of God going to see the temple. ഉടനെ ഞാൻ ചിന്തിച്ചു, കർത്താവിന്റെ ശുശ്രൂഷകർ പോയി ക്ഷേത്രം കാണാനോ? But they are senior to me, so I can't give them Bible study, isn't it? എന്നാൽ അവർ എൻ്റെ മൂത്ത ശുശ്രൂഷകരായിരുന്നു, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വേദപാഠം എടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. So I prayed. ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു, Lord, this should not happen. കർത്താവേ, ഇത് സംഭവിക്കരുത്. So there's one believer brother who was taking us to the temple. ഞങ്ങളെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടെ വന്ന ഒരു വിശ്വാസി സഹോദരനുണ്ട്. He said, brother, please come to my house and pray and then we'll go there. അപ്പോൾ താൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കെല്ലാം പോകാം. So they went to the house. അവരെല്ലാം ഞങ്ങൾ വീട്ടിൽ പോയി. We started singing one song. ഞങ്ങളൊരു പാട്ട് പാടി. Anointing came. ഒരു അഭിഷേകം വന്നു. 5 minutes prayer went on for 45 minutes. It became too late to go to the temple. Program was cancelled. 5 മിനിറ്റ് പ്രാർത്ഥന, 45 മിനിറ്റ് ദീർഘമായി പോയി, സമയം പോയി കഴിഞ്ഞു, അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോക്കും തീർന്നു. See how God opened a way. എങ്ങനെ ദൈവം വഴി തുറന്ന് നോക്കുക. Should I disobey the servants of God or obey go to the temple? There's no question like that. ഞാൻ എൻ്റെ മൂത്ത ശുശ്രൂഷകരെ അനുസരണക്കേട് കാണിച്ചോ? ഇല്ല. അവരെ അനുസരിച്ച് ക്ഷേത്രത്തിൽ പോയോ? അതുമില്ല. There's no question like this. Should I obey the servants of God or should I go to the temple? ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകരെ അനുസരിക്കണോ, ക്ഷേത്രത്തിൽ പോകണമോ എന്നൊരു ചോദ്യമേ ആവശ്യമില്ലാതെ വന്നു. You pray. God knows our heart. We want to stand for the truth. God will make a way out. സത്യത്തിന് വേണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയം നല്ലവണ്ണം അറിയുന്നു. Okay, next question. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. എങ്ങനെയാണ് അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി ആദായമാകുന്നത്?
see, what is contentment? എന്താണ് തൃപ്തി എന്ന് പറയുന്നത്? There are people in this world who earn 5,000 a month and they are satisfied. There are people in this world who earn 50,000 a month and are dissatisfied. ഈ ലോകത്തിൽ 5,000 രൂപ സമ്പാദിച്ച് സംതൃപ്തി അടഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ അതേസമയം തന്നെ 50,000 സമ്പാദിച്ചിട്ട് യാതൊരു തൃപ്തിയുമില്ലാത്തവരുമുണ്ട്. So first we must learn, before asking God, give me a good job according to my studies, give me a good job with a fat salary, before asking all that, first we should learn contentment. Be satisfied with what God gives you. ആകയാൽ നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നാം ദൈവത്തോട് ചോദിക്കണം, പഠിക്കണം. 2 beggars went to a shop. 2 ഭിക്ഷക്കാർ ഒരു കടയിലേക്ക് ചെന്നു. Both of them asked for a glass of water. രണ്ടുപേരും ഒരു ഗ്ലാസ് വെള്ളത്തിനായി ചോദിച്ചു. The shopkeeper, he took 1 glass of water, poured half into the other glass, gave them half glass each. കടക്കാരൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ പകുതി മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് 2 പേർക്കും പകുതി വെള്ളം വെച്ച് കൊടുത്തു. Both the beggars got half glass each. ഇപ്പോൾ 2 ഭിക്ഷക്കാർക്കും ഓരോ ഗ്ലാസിന്റെ പകുതി വെള്ളം വെച്ചുണ്ട്. The first beggar said, half glass. ഒന്നാമത്തെ ഭിക്ഷക്കാരൻ പറഞ്ഞു, അയ്യോ പകുതിയേ ഉള്ളൂ. The second beggar said, half glass. രണ്ടാമത്തെ ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇത്രയും പകുതി വെള്ളം ഉണ്ടല്ലോ. So what is the difference? Both got half glass. ഇപ്പോൾ മനസ്സിലായോ ഇപ്പോൾ ഇതിന്റെ വ്യത്യാസം? 2 പേർക്കും പകുതി വെള്ളമാണ് കിട്ടിയത്. The first beggar saw the top half empty and murmured. The second beggar saw the bottom half full and was grateful. ആദ്യത്തെ ഭിക്ഷക്കാരൻ ആ ഗ്ലാസിൻ്റെ ആദ്യത്തെ മുകൾ ഭാഗത്തെ അരഭാഗം അത് കാലിയാണല്ലോ, അത് കണ്ടുകൊണ്ട് പിറുപിറുത്തു. രണ്ടാമത്തെ ഭിക്ഷക്കാരൻ താഴത്തെ ഭാഗം അത് മുഴുവൻ വെള്ളം നിറഞ്ഞിരുന്നല്ലോ, അത് കണ്ട് തൃപ്തിയായി. So it's the way of looking at things. അതുകൊണ്ട് ഇത് കാര്യങ്ങളെ നാം വീക്ഷിക്കുന്ന പോലെ ഇരിക്കും. Even if God gives you something small, first learn to say thank you. Don't just murmur and say, what is this? ആകയാൽ ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് നൽകിയാൽ നാം അതിനെപ്പോഴും നന്ദി പറയുവാൻ പഠിക്കുക, അല്ലാതെ ഇതെന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. That is called godliness with contentment. You be spiritual, but don't be greedy after going after the things of this world. അതാകുന്നു ദൈവഭക്തി. അലംഭാവത്തോടുകൂടി ദൈവഭക്തി അത് തൃപ്തി ഉളവാക്കുന്നതാണ്. So there are poor people who are very spiritual. They are richer in God's sight than rich people who are not spiritual. ചില ദരിദ്രരായവരുണ്ട്, അവർ ആത്മീയതയിൽ വളരെ സമ്പന്നരാകുന്നു. എന്നാൽ ചില ധനാഢ്യന്മാരുണ്ട്, അവർ അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ദരിദ്രരുമാകുന്നു. So you may not have a bank account. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരിക്കാം, but you have faith. എന്നാൽ വിശ്വാസമുണ്ട്. And you have an anointing. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട്. You love Jesus. യേശുവിനെ സ്നേഹിക്കുന്നു. The Bible says that is great gain. അതൊരു വലിയ ആദായമെന്ന് വേദപുസ്തകം പറയുന്നു. So you are not bothered about, I don't have an account. I don't have an account. God will supply my needs. അതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവം ആവശ്യത്തെ നിറവേറ്റും. So that is called contentment. അതാണ് തൃപ്തി എന്ന് പറയുന്നത്. So be spiritual and be content. That is great gain. That means you are a very rich person in God's sight. ആകയാൽ ദൈവഭക്തിയോടുകൂടി ആ തൃപ്തി, അതാകുന്നു ആദായം. Sorry, I took the English verse and explained, but there's a translation discrepancy in Malayalam, so he will explain. ഇംഗ്ലീഷിൽ ഉള്ള വാക്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യത്തിലെ ഒരു കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത് അലംഭാവത്തോടുകൂടി ദൈവഭക്തി. മലയാളത്തിൽ അലംഭാവം ഈ അലംഭാവം എന്നുള്ള മലയാള വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം തൃപ്തി അല്ലെങ്കിൽ എനിക്കിത് മതി എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ അലംഭാവത്തിന് ഉദാസീനത അല്ലെങ്കിൽ ഒരു മന്ദത വേണ്ട എന്ന് ഉഴപ്പ് ആ രീതിയിലുള്ള അർത്ഥമല്ല. ഇവിടെ തൃപ്തി എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. Next question. അടുത്ത ചോദ്യം.
കുറ്റബോധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും കർത്താവ് കുറ്റബോധം നൽകി മടക്കി വരുത്തുന്നത് എന്തിന്? കുറ്റബോധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പുറകെ പിന്നെയും കർത്താവ് കുറ്റബോധം തന്ന പിന്നെന്തിനാ മടക്കി വരുത്തുന്നത്? Don't you think that's a stupid question? Sorry, they are rephrasing the question now. Please, kindly wait. നല്ല മനസാക്ഷി നഷ്ടപ്പെടുത്തി പാപത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെയും ദൈവം ആ കുറ്റബോധം തോന്നിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്തിന്? പോയിട്ട് okay, the good conscience goes. പോയി പിന്നെ ഇനിയും തിരിച്ചു വന്നിട്ട് കാര്യമില്ല പാപത്തിൻ്റെ പുറകെ You've lost your good conscience and you're going after sin, and then again God pricks you. Why is He doing that? Is it? Because He loves you. See, when your heart is hard, you don't bother about sin. You'll do sin very easily. നിങ്ങളുടെ ഹൃദയം കഠിനമാകുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പാപം ചെയ്യുവാനിടയാകും. Some years ago I spoke to a rowdy who came to the ministry. ചില വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഒരു റൗഡിയോട് ഞാൻ സംസാരിച്ചു. And he was saying he had some friends who will kill and take the blood from the knife and lick it and say, very tasty. താൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒരാളെ പോയി കൊന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി രക്തമെടുത്ത് നാവിൽ വെച്ച് എന്തോ ഒരു രുചി എന്ന് പറയും. Those are hard-hearted people. അത് വളരെ കഠിന ഹൃദയന്മാരാകുന്നു. When the heart becomes hard, you do stupid things like that. അപ്പോൾ കഠിന ഹൃദയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള മൂഢത്തരമായ മൗഢ്യമായ കാര്യങ്ങൾ ചെയ്യും. So when you do sins repeatedly, your heart becomes hard, you lose your good conscience, and now you're going to do sin again very quickly, very easily. ആകയാൽ ഇങ്ങനെ കഠിന ഹൃദയം ആയി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാപത്തിലേക്ക് ചെന്ന് പാപം ലഘുവായി ചെയ്യുവാനിടയാകും. You know, if God is going to prick you again and bring you back, it's His mercy on you. He doesn't want you to go to hell beyond that. നിങ്ങൾ ഒരു വിധത്തിലും നരകത്തിൽ ചെന്ന് പതിക്കാതിരിക്കേണ്ടതിന് കർത്താവ് വീണ്ടും നിങ്ങൾക്ക് കുറ്റബോധം നൽകി നിങ്ങളുടെ മനസ്സാക്ഷിയെ കുത്തി മടക്കി കൊണ്ടുവരും. I told you on the first day a man wrote a poem called The Hound of Heaven and explained how God was chasing him. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ, ഒരു മനുഷ്യൻ ഒരു ഇംഗ്ലീഷ് കവിത എഴുതി. അത് സ്വർഗത്തിലെ വേട്ടനായ എന്നായിരുന്നു. അത് ദൈവം എങ്ങനെയാകുന്നു ആ വിധത്തിൽ മനുഷ്യരെ പിന്തുടർന്നു വരുന്നതെന്ന്. So God is chasing you. That's why that pricking. He wants you to come back. അവൻ നിന്നെ പിന്തുടർന്നു വരികയാണ്. അതുകൊണ്ടാണ് ആ കുറ്റബോധം ഉണ്ടായി നിന്നെ മടക്കി കൊണ്ടുവരുന്നത്. Okay, next. ദൈവം പറഞ്ഞു, യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. പിന്നെ എന്തുകൊണ്ട് കെരൂബിനെ ഉണ്ടാക്കുവാൻ പറഞ്ഞു? The cherubim were not made for worshipping. ഈ കെരൂബിനെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് ആരാധിക്കുവാൻ, അതിനു മുമ്പിൽ വണങ്ങുവാനല്ല. The cherubim were placed in a place where no human being should go. കെരൂബ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ കടന്നു പോകാൻ പാടില്ലാത്തൊരു സ്ഥലത്താവുന്നു അത് വയ്ക്കുന്നത്. So in the most holy place, human beings cannot go there, nobody can see it. ഒരു അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെ മനുഷ്യർ പോകാൻ പാടില്ല, ആരും അത് കാണുവാനും ഇടയാകയില്ല. So it's not the making of images that's the problem. You should not bow down to them or worship. ആകയാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല അതിൻ്റെ മുമ്പിൽ വണങ്ങരുതെന്നാകുന്നു കൽപ്പന. God didn't say you should not make any angelic image. God only said don't make me in any form. ദൈവം പറയുന്നത് ഏതെങ്കിലും ദൂതന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്നല്ല, എന്നെ യാതൊരു വിധത്തിലും നിങ്ങൾ വിഗ്രഹമായി ഉണ്ടാക്കി വണങ്ങരുത്. Don't compare me to an angel or a human being or to the sun or to the moon or the fish of the sea. എന്നെ നിങ്ങൾ ഒരു ദൂതനോ അല്ലെങ്കിൽ ഭൂമിയിലെ സൂര്യനോ മറ്റ് ഏതെങ്കിലും മീനോ മറ്റേതെങ്കിലും സൃഷ്ടികളോട് നിങ്ങൾ ഉപമിച്ച് വിഗ്രഹമായി ഉണ്ടാക്കരുത്. For example, you see those images there. ഇപ്പോൾ പുറകിൽ ചാർട്ടിലുള്ള ചിത്രങ്ങൾ കണ്ടാൽ, so that's not for bowing and worshipping, that's just for explanation, that's all. ഈ പുറകിലുള്ള ചിത്രങ്ങൾ അതിനെ കണ്ടു വണങ്ങുവാനുള്ളതല്ല, അത് ഒന്ന് വിവരിച്ച് പറഞ്ഞു തരുവാനുള്ളതാണ്. So in the same way, the cherubim in the tabernacles teach us some lessons. അതുപോലെ തന്നെ ഈ സമാഗമന കൂടാരത്തിലുള്ള കെരൂബുകൾ നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കും. No time to explain all of that. എന്നാൽ അതൊന്നും പൂർണ്ണമായി പറഞ്ഞു തരുവാൻ സമയമില്ല.
ഉത്തമഗീതം 1-ാം അധ്യായം 4-ാം വാക്യം. ഈ വാക്യം ദൈവശബ്ദമായി കേട്ടു, തുടർന്ന് വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുന്നു, ഹൃദയത്തിൽ അറിയാതെ സ്പർശിക്കുന്നു. ഈ വചനത്തെ എങ്ങനെ ജീവിതത്തിൽ അനുഭവമാക്കാം? So this verse, if God is speaking to you, Jesus is trying to say, call me, invite me into your life more and more. ഈ വചനം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റി യേശു സംസാരിക്കുന്ന ഇപ്രകാരമാണ്: എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, വിളിച്ചു വരുത്തുക. In your prayer you must say, Lord, draw me, allure me. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എന്നെ വലിക്കണമേ, എന്നെ നിന്നിലേക്ക് വശീകരിക്കണമേ. Cause me to come after you. കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ ഓടി വരുവാൻ എന്നെ ഇടയാക്കണമേ. Let not that King Solomon or the powers or the loves or the pleasures of this world draw me into their chambers. ദയവായി രാജാവായ ശലോമോൻ അവനെയും അവൻ്റെ കൊട്ടാരത്തിൻ്റെ ഭംഗികളെയും കാണിച്ചുകൊണ്ട് ആ ശക്തി എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാൻ ഇടവരുതരുത്. So this verse is saying that in your life you will have some King Solomon problems. ഈ വാക്യം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ രാജാവായ ശലോമോന്റെ തുല്യമായ ചില ശക്തികൾ പോരാടുന്നു. Somehow, somewhere this world will try to draw you away. ചിലയിടത്ത് ചില സമയത്ത് ഏതോ വിധത്തിൽ ലോകം അഥവാ ലൗകികം നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. So Jesus is saying, call to me for help at that time. ആകയാൽ യേശു ഇപ്രകാരം പറയുന്നു: ആ സമയത്ത് എന്നെ നോക്കി സഹായത്തിനായി വിളിച്ചപേക്ഷിക്കാം. All right. Now we'll just listen to the word of God a little bit. അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. We'll read a verse from Matthew chapter 12. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. And read verse 43 and 44. 43-ഉം 44-ഉം വാക്യങ്ങൾ വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുമാരി അലങ്കരിച്ചതുമായി കാണുന്നു. When the unclean spirit is gone out of a man, he walketh through dry places, seeking rest, and findeth none. Then he saith, I will return into the house from whence I came out. And when he is come, he findeth it empty, swept, and garnished. Now the topic of my sermon is My Egypt. ഈ ചെറിയ ദൂതിൻ്റെ സാരാംശം അല്ലെങ്കിൽ വിഷയം എൻ്റെ മിസ്രയീം. My Egypt. എൻ്റെ മിസ്രയീം. See, we all know that Egypt refers to our past sinful life. നമുക്കെല്ലാവർക്കും അറിയാം, മിസ്രയീം എന്നത് നമ്മുടെ പഴയ പാപമംഗുലമായ ജീവിതത്തെ കുറിക്കുന്നു. We all liked some sins. നമുക്കെല്ലാവർക്കും ചില പാപങ്ങൾ ഇഷ്ടമാണ്. We all had a relationship with that Egypt. That is my Egypt. ആ മിസ്രയീമുമായിട്ട് നമുക്കെല്ലാവർക്കും അല്പം ബന്ധമുണ്ട്. അതാണ് എൻ്റെ മിസ്രയീം. For some it was film songs. ചിലർക്ക് അത് സിനിമാ ഗാനങ്ങളാണ്. For some it was movies. ചിലർക്ക് അത് സിനിമയാണ്. For some it was the internet. ചിലർക്ക് അത് ഇന്റർനെറ്റ് ആണ്. For some it was Instagram or YouTube. For some it is still that. ചിലർക്ക് അത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അങ്ങനെയൊക്കെ ഉള്ളതാണ്. For some it is still that. It was, for many it was that. ചിലർക്ക് അത് പഴയ കാലത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. So that is your Egypt, those wrong bad things of the past. അതാകുന്നു നിങ്ങളുടെ മിസ്രയീം, നിങ്ങളുടെ തെറ്റായ പഴയ പാപ സ്വഭാവങ്ങൾ. What you must realize is behind those bad things are evil spirits that are feeding you with those bad things which you are enjoying. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ഇതാകുന്നു: നിങ്ങളെ ആ തെറ്റായ പ്രവണതകളിലേക്ക്, ശീലങ്ങളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ ചില ദുഷ്ടശക്തികൾ നിങ്ങൾക്കത് ആഹാരമായി തരുന്നത് പോലെയാണ്. So by giving you those things to enjoy, നിങ്ങൾക്കിതൊക്കെ ആസ്വദിക്കാൻ തരുന്നതിലൂടെ those evil spirits are actually claiming a right over you. ആ ദുഷ്ടാത്മാക്കൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു സ്വന്തമായി അവകാശമായി അവർ ഏറ്റെടുക്കുകയാണ്. So there's a contract between you and your Egypt. നീയും നിന്റെ മിസ്രയീമും തമ്മിൽ ഒരു ഉടമ്പടി, ഒരു നിയമത്തിൽ എത്തുന്നു. Even after you come out of Egypt, it will claim you. എന്നാൽ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വെളിയിൽ വരുമ്പോഴും വന്നാലും കൂടെ അത് നിങ്ങളിൽ അവകാശവാദം ഉന്നയിക്കും. Till you reach Canaan, it will try to come after you and get you back. നിങ്ങൾ കനാനിൽ ചെല്ലുന്നത് വരെയും ഈ മിസ്രയീമിന്റെ ശക്തികളിൽ നിങ്ങളിൽ അവകാശവാദം ഉന്നയിക്കും. So there are spirits that are claiming you. ആകയാൽ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം സ്വതവേ ഏറ്റെടുത്ത് അവകാശം ഉന്നയിക്കുന്ന ചില ആത്മാക്കളുണ്ട്. Can you tell me in the scripture portion that we read just now, that clue is there?
there are spirits that are claiming you. What word is that? Tell me. ഇപ്പോൾ നാം വായിച്ച തിരുവചന ഭാഗത്ത് നിങ്ങളെ അവകാശം ഉന്നതിക്കുന്ന ചില ആത്മാക്കളുണ്ട് എന്നുള്ളൊരു വചനഭാഗമുണ്ട്. അതൊന്ന് പറഞ്ഞാട്ടെ. 2 words. 2 വാക്കുകൾ. What word is that? അതേത് വാക്കാണ്? There are spirits that are claiming right over you belong to me. നീ എനിക്കുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ദുഷ്ടാത്മാക്കൾ നിന്റെ പുറകെ അവകാശം വാദമുന്നയിക്കുന്നതിന് അതിനോടനുബന്ധിച്ചുള്ള 2 വാക്ക്. What is that? Anyone say loudly? If you say wrong also, I won't say, who wants to say wrong? Get out! I won't say that. You can sit and listen now. നിങ്ങൾ തെറ്റ് പറഞ്ഞാലും ഇതാരാ തെറ്റ് പറഞ്ഞത് ഇറങ്ങി പോകുമെന്നൊന്നും ഞാൻ പറയത്തില്ല. തെറ്റ് പറഞ്ഞാലും പറഞ്ഞാട്ടെ, സാരമില്ല. Very simple answer. It's there in those 2 verses, 43 and 44. 43-ലും 44-ലും ആ വാക്കുണ്ട്. 2 words. Anyone? Very simple answer. You don't have to finish your +2 or finish your degree. ഇതിനു വേണ്ടി +2 ഡിഗ്രിയോ ബിരുദമോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. Simple answer. ലളിതമായ ഉത്തരം. Anyone? എൻ്റെ വീട്. Who said that? Oh, very good. Ende veedu. See, these are there's one evil spirit looking at a man and telling that about that man, ende veedu. ഇവിടെ ഒരു അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ നോക്കി പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക്. So here, in the same way, there are evil spirits that are claiming right over each one of you, looking at each one of you and saying, you are mine, this is my house. ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി അശുദ്ധാത്മാവ് പറയും, നീ എൻ്റെ വീടാണ്. But by God's grace, you have come out of that spirit and you have come to Jesus. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ കൃപയാൽ നിങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ യേശുവിലേക്ക് വന്നിരിക്കുന്നു. But that spirit will chase you. എന്നാൽ വീണ്ടും ഈ ആത്മാവ് നിങ്ങളെ പിൻപറ്റും. It will try to bring you back to your old life. നിങ്ങളെ നിങ്ങളുടെ പഴയ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കും. I can give you many examples of people who had those struggles and that evil spirit took them back. എത്രയോ വ്യക്തി ജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഇങ്ങനെയുള്ള അശുദ്ധാത്മാക്കൾ തുടർന്ന് പോരാടി അവരുടെ ജീവിതത്തെ കൊണ്ടുപോയി. I know one brother. ഒരു സഹോദരനെ അറിയാം. Recently I heard about him. അടുത്ത സമയത്ത് തന്നെ പറ്റി കേട്ടു. Before he was saved, താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ he used to eat pig's blood. താൻ പന്നിയുടെ ചോര കുടിക്കുമായിരുന്നു. Now he got saved. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു. He became a child of God. ഒരു ദൈവവേദലായി. Received the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. Suddenly one day he got a curiosity. പെട്ടെന്ന് ഒരു ദിവസം ഒരു ആകാംക്ഷയുണ്ടായി. Let me see somebody drinking pig's blood in YouTube. യൂട്യൂബിൽ ആരെങ്കിലും ഈ പന്നിച്ചോര കുടിക്കുന്നൊന്ന് കണ്ടാലോ? He saw that video. ആ വീഡിയോ കണ്ടു. From that day a spirit started troubling. Today he is backslidden. ആ ദിവസം തൊട്ട് ആ ദുരാത്മാവ് അശുദ്ധാത്മാവ് തൻ്റെ പുറകെ കൂടി ഇന്ന് താൻ പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞു. So see how that he had something called My Egypt. One of that was eating pig's blood. അപ്പോൾ നോക്കുക, തനിക്ക് എൻ്റെ മിസ്രയീം എന്നൊന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ പന്നിയുടെ രക്തം കുടിക്കുന്നത്. And that evil spirit was claiming right over him. Just like he said My Egypt, that spirit is saying my so and so. താൻ പറഞ്ഞു എൻ്റെ മിസ്രയീം എന്ന് പറഞ്ഞതുപോലെ ഈ ദുരാത്മാവ് അശുദ്ധാത്മാവ് പറയുന്നു, ഇവൻ എൻ്റെ വീട്. So our challenge is to fight with those spirits and detach ourselves and get as close to God as possible. നമ്മുടെ വെല്ലുവിളി എന്തെന്നാൽ ഇങ്ങനെയുള്ള ദുരാത്മാവിൽ നിന്ന് അശുദ്ധാത്മാവിൽ നിന്ന് നമ്മെ തന്നെ വേർപെടുത്തി ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നുള്ളതാകുന്നു. You look at Judas's life. യൂദാസിന്റെ ജീവിതം നോക്കിയാൽ Jesus chose Judas as his disciple. യേശു യൂദാസിനെ തന്റെ സ്വന്തം ശിഷ്യനായി സ്വീകരിച്ചു. Judas had a place in heaven. യൂദാസിന് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. But he lost that place. എന്നാൽ ആ സ്ഥലം അവന് നഷ്ടമായി. And he went, the Bible says he went to his place in hell. അപ്പോൾ വേദപുസ്തകം പറയുന്നു അവൻ പാതാളത്തിലേക്ക് തന്റെ സ്ഥാനത്തിന് വേണ്ടി ചെന്നു. Read Acts chapter 1. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. I think it's verse 21. 21-ാം വാക്യം. 24. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ. See, here we read Judas went to his place in hell, not some place. There was a place for Judas in hell, his place. ഇവിടെ നോക്കുക, യൂദായ്ക്ക് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയെന്നല്ല,
തൻ്റെ സ്ഥലത്തേക്കെന്ന് എഴുതിയിരിക്കുന്നു. So for each one of you, there's a place in hell. ആകയാൽ നിങ്ങൾ ഓരോരുത്തർക്കും നരകത്തിൽ ഒരു സ്ഥലമുണ്ട്. Your my Egypt, those spirits that are trying to claim ownership over you, have prepared a place for you in hell. നിങ്ങളുടെ എൻ്റെ മിസ്രയീം എന്നൊരു ഭാഗമുണ്ടല്ലോ, അതിൽ ഉള്ള ദുരാത്മാക്കൾ നിങ്ങളെ പിടിച്ച് ആ നരകത്തിലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. That my Egypt is your weakness. ആ എൻ്റെ മിസ്രയീം എന്നുള്ളതാണ് നിങ്ങളുടെ ബലഹീനത. Everywhere you'll be full of fire. എല്ലാ ഭാഗത്തും എല്ലാ വിധത്തിലും നിങ്ങൾ അഗ്നിയായിരിക്കാം. But when that my Egypt comes to you, you'll start shaking. എന്നാൽ എൻ്റെ മിസ്രയീം എന്നുള്ള ആ ഒരു ബലഹീനതയിൽ എത്തുമ്പോൾ വിറയ്ക്കുവാൻ തുടങ്ങുന്നു. Some years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് one sister came for the ministry. ഒരു സഹോദരി ശുശ്രൂഷയ്ക്കായി വന്നു. She fought with her parents and came for the ministry. മാതാപിതാക്കളോട് ബഹളം വെച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് വന്നത്. Parents were not believers. മാതാപിതാക്കൾ നമ്മുടെ വിശ്വാസികളല്ല. They went to the police. അവർ പോലീസിലേക്ക് ചെന്നു. This girl said, I'm a major. I took my own decision. I married to Jesus. Jesus is my husband. And she came boldly. അപ്പോൾ അവൾ സഹോദരി പ്രകാരം പറഞ്ഞു, എനിക്കിപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു, ഞാൻ യേശുവിനെ വിവാഹം ചെയ്തിരിക്കുന്നു, യേശു എൻ്റെ It's my ഭർത്താവാണ്. decision. I'm an adult. I'm a major now. ഞാനിപ്പോൾ എനിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നത് കൊണ്ട് ഇതെൻ്റെ തീരുമാനമാകുന്നു, ഞാൻ ഇതെടുക്കുന്നു, യേശുവിനെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. 5 years after she came to the ministry, ശുശ്രൂഷയ്ക്ക് വന്നിട്ട് 5 വർഷത്തിന് ശേഷം a phone call came to her faith home. തൻ്റെ വിശ്വാസ ഭവനത്തിലേക്കൊരു ഫോൺ വന്നു. And it was the voice of a boy. അതൊരു ആൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. He said, I'm still waiting for you. ഞാൻ ഇപ്പോഴും നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. She had some relationship with some boy. അവൾക്ക് ഏതോ ഒരു ആൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. But God delivered her. എന്നാൽ ദൈവം അതിൽ നിന്ന് അവളെ വിടുവിച്ചതാണ്. That was her Egypt. അതായിരുന്നു അവളുടെ മിസ്രയീം. But that Egypt is chasing her now. പക്ഷേ ആ മിസ്രയീം അവളെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരുന്നു. From that day onwards, she started having a struggle in her mind. ആ ദിവസം തുടങ്ങി തൻ്റെ മനസ്സിൽ ഒരു പോരാട്ടം തുടങ്ങി. After a few months, she left the ministry. ചില മാസങ്ങൾക്ക് ശേഷം ശുശ്രൂഷ വിട്ടുപോയി. Now she is married to that boy. ഇപ്പോൾ അതേ ആൺകുട്ടിക്ക് വിവാഹം ചെയ്യപ്പെട്ടു. What a terrible end. എത്രയോ ഭയങ്കരമായ അന്ത്യമായി പോയി. I'm telling you these examples only to let you know that there are evil powers that are tempting you day and night, pulling you away from Jesus to your old life. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉദാഹരണമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തിനെന്നോ, അനേക ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ നിങ്ങളുടെ പുറകെ കൂടി ഏത് വിധേനയും നിങ്ങളെ തിരിച്ച് യേശുവിങ്കിൽ നിന്ന് തിരിച്ച് പിടിച്ചു വലിച്ച് അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. When I was a youngster like you, ഞാൻ നിങ്ങളെ പോലെ ഒരു യവനക്കാരനായിരുന്നപ്പോൾ I had so many struggles and lusts and carnal thoughts crowding my mind day and night. ദിനരാത്രങ്ങൾ എൻ്റെ ചിന്തകളിൽ എപ്പോഴും ജഡീകമായ മ്ലേച്ഛമായ പോരാട്ടങ്ങൾ, അശുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. Personal prayer, I would pray more than 1 hour every day. എല്ലാ ദിവസവും 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ വ്യക്തിപരമായി I used to പ്രാർത്ഥിക്കും. go to all the meetings. ആരാധനയ്ക്കെല്ലാം ഞാൻ പോകും. While a youth itself, I read the Bible about 10 times. ഞാൻ യൗവനക്കാരനായിരുന്നപ്പോൾ തന്നെ വേദപുസ്തകം 10 പ്രാവശ്യം I വായിച്ചു. used to praise God 1000 times every day. എല്ലാ ദിവസവും 1000 സ്തോത്രം ചെയ്തിട്ടുണ്ട്. 1000 times. 1000 പ്രാവശ്യം സ്തോത്രം ചെയ്തിട്ടുണ്ട്. So, but still those struggles used to continue. പക്ഷേ എന്നിട്ടും ഈ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. So I used to wonder, why is this like this? അപ്പോൾ ഞാൻ ഇങ്ങനെ അതിശയപ്പെടുകയായിരുന്നു, എന്തുകൊണ്ട് ഇതെല്ലാം. Somehow I came to the ministry. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നു. We sold our house. ഞങ്ങളുടെ വീട് ഞങ്ങൾ വിറ്റു. It was bought by another believer. അതൊരു വേറൊരു വിശ്വാസി വാങ്ങിച്ചു. And after about 3-4 years in the ministry, ശുശ്രൂഷയിലെ 3-4 വർഷത്തിന് ശേഷം one young man came to me. ഒരു യവനക്കാരൻ എൻ്റെ അടുക്കലേക്ക് വന്നു. He said, brother, I am the watchman in your house now. സഹോദര, ഞാനാണിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വാച്ച്മാൻ. I want to tell you something. ചില കാര്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. That house was vacant at that time. He alone was looking after that house. ഇപ്പോൾ ആ വീട് കാലിയാണ്. At that time when he spoke to me. ഈ വാച്ച്മാൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വീട് കാലിയാണ്, കാവൽക്കാരൻ അത് നോക്കുന്നേ ഉള്ളൂ. In the night he used to go on his rounds. രാത്രിയിൽ താൻ ആ വീടിന് ചുറ്റി നടന്ന് നിരീക്ഷിക്കുമായിരുന്നു. At about 1:30 one night he went from the front door, locked it, and then went to the back door for inside. ഒരു ദിവസം താൻ അതിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് പിന്നീട് അടച്ചിട്ട്
then went to the back door. അകത്തോട്ട് പുറകിലത്തെ ഡോറിലേക്ക് പോയി. And he opened the back door. പുറകിലത്തെ വാതിൽ തുറന്നപ്പോൾ There was a lawn at the back and a well. പുറകിൽ ഒരു പുൽത്തകിടി പോലെ അല്പം സ്ഥലമുണ്ട്, ഒരു കിണറുമുണ്ട്. He saw, it was 1:30 in the night, there was a woman sitting on the well. രാത്രി 1:30 ഒരു സ്ത്രീ കിണറ്റിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു. Her hair is loose. തന്റെ മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. She's looking in the opposite direction. താൻ എതിർദിശയിൽ നോക്കിയിരിക്കുന്നു. This man got so scared. ഈ മനുഷ്യൻ ആകെ ഭയപ്പെട്ടു പോയി. He went inside the house, വീട്ടിനകത്ത് പോയി, took a huge stick വലിയൊരു കമ്പെടുത്തു, and went behind, came out of the house again, വീണ്ടും വീടിന്റെ വെളിയിൽ വന്നു, tiptoed towards the well, അതിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് നടന്നു. and then lifted up that stick to hit that woman. ആ സ്ത്രീയെ അടിക്കാൻ വേണ്ടി തന്റെ കയ്യിലിരുന്ന വലിയ കമ്പെടുത്ത് ഓങ്ങി. As he lifted the stick, കമ്പ് ഓങ്ങിയപ്പോൾ that woman said ha 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 and disappeared. ആ സ്ത്രീ ഹാ 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 എന്ന് ചിരിച്ച് അപ്രത്യക്ഷമായി. Only then I knew, oh, this is that spirit. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നുണ്ടായ പോരാട്ടം അല്ലെങ്കിൽ ആത്മാവിതാണ്. That is my Egypt spirit. അതായിരുന്നു എൻ്റെ മിസ്രൈം ആത്മാവ്. Even these days, after coming to the ministry, ഈ ശുശ്രൂഷയിൽ കടന്നു വന്നതിന് ശേഷവും by God's grace in real life, I don't remember my house or anything. ദൈവത്തിന്റെ കരുണയാൽ കൃപയാൽ ഞാൻ എൻ്റെ വീടിനെ പറ്റി ചുറ്റുപാടുകളെ പറ്റി ഒന്നും ഓർക്കാറില്ല. But in my dreams, my house will come again and again. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നങ്ങളിൽ ഇങ്ങനെ ആ വീട് വരും. Just 2 weeks back, I saw a dream. 2 ആഴ്ചയ്ക്ക് മുമ്പും സ്വപ്നം കണ്ടു. Every time it's a different dream. I saw a dream where I'm in my house. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്. A buffalo, an elephant are trying to attack me. ഒരു കാളയും ഒരു ആനയും എന്നെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. Every time I see a bad dream, the background is my house. ഏത് സമയത്ത് ഞാൻ ഒരു ദുസ്വപ്നം കണ്ടാലും അതിന്റെ പശ്ചാത്തലം എൻ്റെ വീട് തന്നെയാണ്. Another day I'm standing in my house in the compound. വേറൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ അതിന്റെ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു. A snake is going on the road. ഒരു റോഡിൽ കൂടി ഒരു പാമ്പ് ഒഴഞ്ഞു പോകുന്നു. Suddenly it comes towards me now. പെട്ടെന്ന് അത് എൻ്റെ അടുക്കലേക്ക് വരുന്നു. So that is my struggle. അപ്പോൾ അത് എൻ്റെ ഒരു പോരാട്ടം. So like that, each one of you will have different struggles. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് ഏവർക്കും അവരവരുടേതായ പോരാട്ടങ്ങളുണ്ട്. So your challenge is to cleave to Jesus and cling to Jesus as much as possible and overcome these spirits. ആകയാൽ നിങ്ങളുടെ വെല്ലുവിളി എന്തെന്നാൽ യേശുവിനെ ഏത് വിധേനയും പറ്റിപ്പിടിച്ച് ഈ ദുഷ്ട പോരാട്ടങ്ങളിൽ നിന്ന് അശുദ്ധാത്മാക്കളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. After coming to the ministry, ശുശ്രൂഷയ്ക്ക് വന്ന ശേഷവും I had so many kinds of trials. എനിക്ക് പല വിധത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. People have said wrong things, bad things about me. അനേക ജനങ്ങൾ എന്നെ പറ്റി തെറ്റായ മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. I myself had made many mistakes in my life. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. But I can tell you, not even one day in my mind did I get a thought about leaving this ministry. എങ്കിലും ഒരു ദിവസം പോലും എൻ്റെ ചിന്തയിൽ ഈ ശുശ്രൂഷ വിട്ട് പോണമെന്ന് അല്പം പോലും എനിക്ക് തോന്നിയിട്ടില്ല. Why am I saying this? എന്തുകൊണ്ട് ഇത് പറയുന്നു? Although this My Egypt is a group of big powerful spirits trying to get me back to Egypt, I know my Jesus, my Savior, is much more powerful than those spirits. എന്നെ പുറകോട്ട് പഴയതിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മിസ്രയീം എന്നത് വലിയൊരു കൂട്ടം ദുരാത്മാക്കളുടെ അശുദ്ധാത്മാക്കളുടെ ഒരു കൂട്ടമാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ യേശുവിൻ്റെ ശക്തി അതിനെല്ലാറ്റിനേക്കാളും വലിയതാകുന്നു. So you will have these spirits coming after you, trying to tempt you again to that old world. ആകയാൽ നിങ്ങളുടെ പഴയ ലോകത്തിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പിന്നാലെ നിശ്ചയമായും ആ ദുരാത്മാക്കൾ ഉണ്ട്. If you overcome at the practical level, നിങ്ങൾ ആ പ്രായോഗിക തലത്തിൽ അതിനെ നിങ്ങൾ കീഴടക്കിയാൽ ജയിച്ചാൽ, that is, you have gone into backsliding and you are going after those old things again, but now for 3-4 days you are delivered. ഒരു നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്ക് ചെന്ന് അതിന് വീണ്ടും പിന്മാറ്റത്തിൽ പോയി കീഴടങ്ങിയിരുന്നാൽ 3-4 ദിവസത്തേക്ക് Now you have been backsliding, but now for 3 or 4 days you are delivered. Now you are not doing those bad things. 3-4 ദിവസത്തേക്ക് നിങ്ങൾ ആ തെറ്റായ മോശമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം. What will happen? You will start getting bad dreams. ഉടനെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. Those spirits will start, because now you are coming out. Those spirits will try to entice you through dreams. നിങ്ങൾ വിട്ട കാര്യങ്ങളെ വീണ്ടും സ്വപ്നത്തിലൂടെ പിശാചി നിങ്ങളെ കാണിക്കും. So take life very seriously. Don't fall into those old temptations. അതുകൊണ്ട് ജീവിതത്തെ വളരെ ഗൗരവമായി നിങ്ങൾ കാണണമേ. ഒരു കാരണവശാലും പഴയ പരിശോധനകളിൽ ചതിക്കുഴികളിൽ വീഴരുത്. One day I was listening to a seminar on the evils of rock music.
ഒരു ദിവസം റോക്ക് മ്യൂസിക്കിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റി ഒരു സെമിനാർ എടുക്കുകയായിരുന്നു. No, I was listening to ഞാൻ it. കേൾക്കുകയായിരുന്നു. And the man who was teaching was himself a rock musician who was saved. ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു റോക്ക് മ്യൂസിക് നടത്തുന്നതാകുന്നു, താൻ രക്ഷിക്കപ്പെട്ടതാണ്. So he was playing audio clips of certain rock songs and explaining the evil in that. ചില റോക്ക് മ്യൂസിക്കുകളുടെ ഗാനശകലങ്ങൾ താൻ ഇങ്ങനെ ഇട്ട് കേൾപ്പിച്ച് ഈ റോക്ക് മ്യൂസിക് കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ പറ്റി താൻ വിവരിക്കുകയായിരുന്നു. At that time one servant of God was passing by. ആ സമയത്തായിരുന്നു ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ അതുവഴി പോയത്. That servant of God was a slave to rock music before he was saved. ആ കർത്തൃ ശുശ്രൂഷകൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ റോക്ക് മ്യൂസിക്കിന് അടിമയായിരുന്നു. So when I was listening to that song, ആ പാട്ടിന് സംഗീതത്തിന് ശ്രദ്ധിച്ചപ്പോൾ and that brother passed by, ആ സഹോദരൻ നടന്നു വന്നു. he came inside. താൻ അകത്തോട്ട് വന്നു. Brother, play that again. സഹോദരൻ ഒന്നുകൂടെ അതൊന്ന് കേൾപ്പിക്കാമോ? No playing that again, you go, I said. ഇനിയും കേൾപ്പിക്കുകയില്ല, നീ പോയാട്ടെ. Because see how Egypt is pulling him again. വീണ്ടും He left everything and came. Now when he heard that, he's coming and play that again. എല്ലാം വിട്ടിട്ട് വന്നതാണ്, പക്ഷെ പിന്നെയും ഇത് കേട്ടപ്പോൾ പിന്നെയും ആ പഴയ മിസ്രയും പോരാടുന്നു. ഇതൊന്നുകൂടെ കേൾപ്പിക്കാമോ? So that's how the devil will try to tempt us in various ways. ആകയാൽ ഈ വിധത്തിലാണ് പല തരത്തിലും പിശാച് നമ്മോട് പോരാടുവാൻ ആഗ്രഹിക്കുന്നത്. Your old friends whom you left, suddenly you'll meet them on the road and, hey, give me your number, we'll keep in touch. നിങ്ങളുടെ പഴയ സ്നേഹിതന്മാർ, കൂട്ടുകാർ, എന്നോ അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമെല്ലാം ഉപേക്ഷിച്ചതാണ്. പെട്ടെന്നൊരു ദിവസം റോഡിൽ കൂടി നടന്നു പോയപ്പോൾ കണ്ട് വന്ന് പറയും, അതെ നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തന്നാട്ടെ, നമുക്ക് വീണ്ടും സുഹൃത്ത് ബന്ധത്തിലായിരിക്കാം. You'll be so happy. Hey, how are you? So long and all. Be very careful, that Satan in disguise. ഉടനെ അത് നമുക്ക് വളരെ സന്തോഷമാവും. എത്ര നാളായി കണ്ടിട്ട് എന്നുള്ള പരിചയം പുതുക്കുകയും ചെയ്യും. എന്നാൽ അത് പിശാച് വഞ്ചിക്കുന്ന രൂപത്തിൽ വന്നതാകും. You are running a race towards a place called My Canaan. നിങ്ങൾ ഓടുന്ന ഓട്ടം എൻ്റെ കനാൻ എന്നുള്ള ഒരു ദേശത്തെ ലക്ഷ്യമാക്കിയാണ്. God has prepared a place for you in heaven. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. It's a most beautiful place. അത് ഏറ്റവും മനോഹരമേറിയ ഒരു സ്ഥലമാണ്. Nobody can give you such a beautiful place. ആർക്കും നിങ്ങൾക്ക് അപ്രകാരം ഒരു സ്ഥലം നൽകുവാനേ കഴിയില്ല. Only for you. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. But the devil knows that. He has seen that beautiful place. എന്നാൽ പിശാചിന് അതറിയാം. അവൻ ആ മനോഹരമായ സ്ഥലം കാണുന്നു. He is very jealous of you. അവൻ നിന്നെ പറ്റി വളരെ അസൂയാലുവാണ്. So see, supposing brother Shaino is very powerful, much more powerful than me. ഇപ്പോൾ ബ്രദർ ഷൈനു എന്നേക്കാൾ അധികം ശക്തിയേറിയതായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. He's a karate black belt. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരിക്കുന്നു. I'm a diabetes patient. ഞാനൊരു പ്രമേഹ രോഗിയുമായിരിക്കുന്നു. We are both enemies now. ഞങ്ങളിപ്പോൾ ശത്രുക്കളാകുന്നു. If I go to fight with him, he'll do and make me fall down. That's all. ഞാൻ അങ്ങനെ യുദ്ധം ചെയ്യുവാൻ പോയാൽ താനൊന്ന് ഊതിയാൽ ഞാൻ വീണു പോകും. But how can I take revenge on him? എങ്ങനെ തന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയും? He has a very close friend who's a small boy. തനിക്ക് ഒരു ചെറിയ ആൺകുട്ടിയുമായി വളരെ സുഹൃത്ത് ബന്ധമുണ്ട്. I kidnapped that boy and put a gun on his head now. ഇപ്പോൾ ആ ആൺകുട്ടിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ്റെ തലയിൽ ഒരു തോക്ക് ചൂണ്ടുന്നു. Now he will become very weak now. ഇപ്പോൾ ഇവൻ വളരെ ബലഹീനനായിരിക്കുന്നു. Now by pointing this gun on this boy's head, I can threaten Shainu. ഇപ്പോൾ ഈ ആൺകുട്ടിയുടെ മേൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഷൈനുവിനെ എനിക്ക് വെല്ലുവിളിക്കാം. This is what the devil does. ഇതാണ് പിശാചൻ ചെയ്യുന്നത്. He can't fight against God. God is too strong. ദൈവം വളരെ ശക്തിയേറിയവനാകുന്നു. നേരിട്ട് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പിശാചിന് സാധ്യമല്ല. But God has a small child whom he loves very much. എന്നാൽ ദൈവം അധികമായി സ്നേഹിക്കുന്ന ഒരു കൊച്ചു പൈതലുണ്ട്. Can anyone say who's that small child? ആരാണ് ചെറിയ പൈതൽ ശിശു? Very good. Me, we are that small child. നാം തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെ ആകുന്നു. So by God, the devil takes revenge over God by enticing you, deceiving you and pulling you back into Egypt. ആകയാൽ പിശാച് ദൈവത്തോട് പ്രതികാരം ചെയ്യുന്നത് നിങ്ങളെ വലിച്ച് വശീകരിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ്. So now we are going to close our eyes and cleave to Jesus and get strength from him to survive in this battle. ആകയാൽ ഈ പോരാട്ടത്തിൽ നിലനിന്ന് ജയിക്കേണ്ടതിനു വേണ്ടി നാം ഇപ്പോൾ കണ്ണുകൾ അടച്ച് അല്പസമയം യേശുവിനോട് പറ്റിച്ചേരുവാൻ പോകുന്നു. One day I saw a screen saver in a computer. ഒരു ദിവസം ഞാൻ കമ്പ്യൂട്ടറിൽ ഒരു സ്ക്രീൻ സേവർ കണ്ടു. In the first picture, ആദ്യത്തെ പടം, there was a wolf. From the air it is coming charging towards a rabbit that is sitting on the ground.
വായുവിൽ നിന്ന് ഒരു ചെന്നായി പറന്നു വരുന്നു. താഴെ ഒരു മുയൽ ഇരിക്കുന്നു, അതിനെ നോക്കി വരുന്നു. All its paws extended, its teeth shown, it's ferociously descending on that rabbit. തൻ്റെ നഖങ്ങൾ, തൻ്റെ വായിൽ നിന്നുള്ള തൻ്റെ കൂർത്ത പല്ലുകൾ വളരെ രൗദ്രഭാവത്തോടുകൂടി ഈ ചെന്നായി ഈ മുയലിന് നേരെ പറന്നെടുക്കുകയാണ്. And that rabbit is so frightened and sitting like this. പിന്നെ ഈ മുയൽ വളരെ ബലഹീനപ്പെട്ട് പേടിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. The second picture, രണ്ടാമത്തെ പടം, the rabbit is still there. മുയൽ അവിടെ തന്നെയുണ്ട്. And there are some bones in front of the rabbit. മുയലിന്റെ ചുറ്റും ചില എല്ലുകളുണ്ട്. Wolf is missing. ഇവിടെ ചെന്നായെ കാണാനില്ല. And the title of that screensaver, സ്ക്രീൻ സേവറിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: Expect the unexpected. That's the title. അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക. What happened? എന്ത് സംഭവിച്ചു? What did you expect? എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? The rabbit will be missing and the wolf will be there. That's what you expected. നാം എല്ലാം ആദ്യത്തെ പടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് മുയൽ അപ്രത്യക്ഷമായി പോയി, ചെന്നായി അവിടെ സുഖമായി ഇരിക്കുമെന്നാണ്. The second picture says the rabbit ate the wolf. എന്നാൽ രണ്ടാമത്തെ പടം നമ്മോട് പറയുന്നത് മുയൽ ചെന്നായെ ഭക്ഷിച്ചു. That's the unexpected. അതാണ് അപ്രതീക്ഷിതമായത്. We are the rabbit. നാമാണ് മുയൽ. That devil that looks at you and says my house, that is the wolf. എൻ്റെ വീട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പിശാചാണ് ഈ ചെന്നായി. But today Jesus is going to do the unexpected. എന്നാൽ ഇന്ന് യേശു അപ്രതീക്ഷിതമായി ചിലത് ചെയ്യുന്നു. We will close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. For 2 minutes we are all going to lift up our voice and cry to our Savior Jesus. 2 മിനിറ്റ് നാം എല്ലാവരും നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ രക്ഷകനായ യേശുവിനെ നോക്കി നിലവിളിപ്പാൻ പോകുന്നു. If possible, for a few minutes stand on your knees. Till your knees ache, stand on your knees. 2 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഴങ്കാൽ അല്പം ഒന്ന് വേദനിക്കുന്നത് വരെയെങ്കിലും ഒന്ന് നിങ്ങൾ മുട്ടുമേൽ നിൽക്കുക. We are going to cry out to Jesus. നാം യേശുവിനോട് കരഞ്ഞ് നിലവിളിപ്പാൻ പോകുന്നു. Listen, that spirit that is looking at you and saying my house is chasing you, it's chasing me, it's chasing every servant of God, it's chasing your parents also. നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ വീട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഈ ദുരാത്മാവ്, അശുദ്ധാത്മാവ് ഓരോരുത്തരെയും, ശുശ്രൂഷകരായ ഞങ്ങളെയും വിശ്വാസികളെയും നിങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവർ പോരാടുന്നതാണ്. So not only you, we are also going to cry out to Jesus. ആകയാൽ നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഇപ്പോൾ ചേർന്ന് നിലവിളിപ്പാൻ പോകുന്നു. We are also weak people like you. ഞങ്ങളും നിങ്ങളെ പോലെ ബലഹീനരായ മനുഷ്യരാകുന്നു. Our strength is Jesus. നമ്മുടെ ബലം യേശു ആകുന്നു. So we are going to cry out to our Savior Jesus. ആകയാൽ നാം ഇപ്പോൾ നമ്മുടെ യേശുവിനോട്, നമ്മുടെ രക്ഷകനോട് കരഞ്ഞു നിലവിളിപ്പാൻ പോകുന്നു. How many of you will admit, yes, I also have many struggles like that? എത്ര പേർക്ക് സമ്മതിപ്പാൻ കഴിയും, എനിക്കും ഇങ്ങനെയുള്ള അനേക പോരാട്ടങ്ങളുണ്ട്. The devil is tempting me and I'm easily falling. പിശാച് വളരെ ലഘുവായി എന്നെ പരിശോധിക്കുന്നു, പല കണികൾ ഒരുക്കുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ വീണു പോകുന്നു. Easily falling. ഞാൻ ലഘുവായി തന്നെ വീണു I പോകുന്നു. have so many secret sins in my life. എൻ്റെ ജീവിതത്തിൽ അനേക രഹസ്യ പാപങ്ങളുണ്ട്. I want deliverance. എനിക്ക് ഏത് വിധേനയും വിടുതൽ I ആവശ്യമാണ്. don't want that my Egypt to overcome me. എൻ്റെ മിസ്രയീം എന്നത് എന്നെ ജയിപ്പാൻ ഞാൻ അല്പം പോലും ആഗ്രഹിക്കുന്നില്ല. Those who have these struggles, put up your hands. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളുള്ളവർ മാത്രം ദയവായി ഒന്ന് കര ഉയർത്തിയാട്ടെ. Don't look at others. You close your eyes and lift up your hands. നിങ്ങൾ കണ്ണുകൾ അടച്ച് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് സത്യമാണെങ്കിൽ കരമുയർത്തുക. Those of you are lifting up your hands now. ഇപ്പോൾ കരമുയർത്തുന്ന നിങ്ങൾ ഓരോരുത്തരും You pray loudly. ഇപ്പോൾ നിങ്ങൾ uച്ചത്തിൽ പ്രാർത്ഥിക്കുക. Like those blind men who shouted at Jesus, Jesus, have mercy on me. You cry out to Jesus. കുരുടന്മാർ യേശുവിനെ നോക്കി നിലവിളിച്ചതുപോലെ, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ. Let others be silent. You shout. മറ്റുള്ളവർ നിശബ്ദമായി ഇരുന്നു കൊള്ളട്ടെ, നീ നിലവിളിക്കുക. This is not the time to be shy and keep silent. ഇതിപ്പോൾ ലജ്ജയോടെ നിശബ്ദമായിരിക്കേണ്ട സമയമല്ലെന്ന് ഓർക്കുക. Your Savior, your best friend, your bridegroom Jesus is in our midst. നിന്റെ രക്ഷകൻ, നിന്റെ പ്രിയ സ്നേഹിതൻ, നിന്റെ മണവാളൻ അവനത്രേ നിന്റെ അടുക്കൽ നിൽക്കുന്നത്. Very good, young brother, young sister, you are praying well. Shout and pray. അതെ, നല്ല യൗവനക്കാരി, വളരെ നല്ല കാര്യം. നീ ഇത്രയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചല്ലോ. Let your Egypt be put to shame today. ഇന്ന് നിന്റെ മിസ്രയീം ലജ്ജിതമായി തീരട്ടെ. Let your Savior embrace you today. ഇന്ന് നിന്റെ രക്ഷകൻ നിന്നെ വാരി പുണരട്ടെ. 2 minutes, cry out to Jesus. 2 മിനിറ്റ് നിന്റെ രക്ഷകനോട്, യേശുവിനോട് നിലവിളിച്ചാട്ടെ. Jesus, Yeshua, save us, oh God, save us, oh God, save us, oh Lord, in our struggles, oh Lord, in this battle. Should our mouth up to now? Jesus, Lord, have mercy.
Jesus, Lord, have mercy. We don't want to fail in our battles, Lord. We look unto you, Lord. We need your mercy, Lord. We need your strength, oh Jesus. Lord, we know that you are mighty to save, oh God. We are the rabbit, the wolf is after us. Save us and keep us and protect us, oh God. Thank you, Jesus. Stotram Yesue. Stotram Yesue. Save us, oh Lord. Deliver us, oh Lord. Protect us, Savior. Deliver us from our strong enemy, oh Jesus. Oh, Riyabau Shamtuda. Thank you, Jesus. Amen. Keep crying out to God. കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. As you pray, the power of Jesus is going to touch you. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ ശക്തിയുണ്ട്, അത് നിങ്ങളെ സ്പർശിക്കും. So many evil spirits tried to attack Jesus. അനേക ദുരാത്മാക്കൾ യേശുവിനെ ആക്രമിക്കുവാൻ നോക്കി. Not even one spirit could touch him. ഒറ്റ ദുരാത്മാവിന് പോലും യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. As you cry out to that Jesus, he will hold you. അതേ യേശുവിനോട് നിങ്ങൾ നിലവിളിക്കുമ്പോൾ അവനത്രേ നിങ്ങളെ പിടിക്കുവാൻ പോകുന്നത്. To that evil spirit that says my house, he will look at that spirit and say, my child, my child. നിന്നെ നോക്കി ഇത് എന്റെ വീടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദുരാത്മാവിനെ നോക്കി യേശു കൽപ്പിക്കുവാനിടയാകും, ഇത് എന്റെ പൈതൽ. As you cry out to Jesus now, നിങ്ങൾ യേശുവിനെ നോക്കി നിലവിളിക്കുന്ന സമയത്ത് തന്നെ a power is going to touch you from Jesus. ഒരു ശക്തി യേശുവിൽ നിന്ന് നിന്നെ തൊടാൻ പോകുകയാണ്. You are going to chase that wolf. നീ ആ ചെന്നായെ തുരത്തി ഓടിക്കുവാൻ പോകുന്നു. You are a weak rabbit, but in Jesus you are going to be strong. നീ ഒരു ബലഹീനമായ മുയലാണ്, എങ്കിലും ഇന്ന് നീ ആ ചെന്നായെ തുരത്തി ഓടിക്കുവാൻ പോകുന്നു. Receive that anointing now. ആ അഭിഷേകത്തെ പ്രാപിക്കുക. Oh, the power of God is touching you now. ദൈവശക്തി ഇപ്പോൾ നിന്നെ തൊടുന്നു. Oh, Riyamau Shabtinanka Samania Ramankalam. Shinamanka Tuda Samparamaniam Tuda. Thank you, Jesus. Oh, Rabba Siakla Hantaraba Shabankara. Zenatatara Hazinabla Kraba Hantabagar Masa. Jamtara Sikrava Hankulam Dina. Thank you, Jesus. 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 Thank you. Amen. The anointing is coming down now. അതെ, അഭിഷേകം നമ്മുടെ മധ്യേ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. When the anointing comes down, അഭിഷേകം ഇറങ്ങുമ്പോൾ that is God claiming right over you, my child. ദൈവം നിന്റെ മേൽ അവകാശം ഉന്നയിക്കുകയാണ്. ഇത് വേറെ ആരുടെയുമല്ല, ഇത് എന്റെ പൈതൽ തന്നെയാകുന്നു. Receive that anointing. ആ അഭിഷേകത്തെ ഇന്ന് തന്നെ പ്രാപിക്കുക. Oh, Raziam Talabau Shaprahan Salamankaraba. Hirau Shamankatida Sikrahanya Rabahantuda. Yes, Sida Bankara Sibakatidan Kara Shablahanta Nambarani Mankaramdela Rialaba Shabakatidan Karama Shabankaramani Amtuda Shidaraba Shabakatida Sabakaraman Kalamani Amtudan Karama Shidaraba Shabatida Makalama Shabankaramani Amtuda. Thank you, Jesus. Stotram Yeswe, Stotram Yeswe, Stotram. Sidabau Shabakaramani Amtudan Karau Sadalamani Amtuda. Your tongues are your weapon. ഇപ്പോൾ നിന്റെ നാവത്രേ നിന്റെ ആയുധം. You're speaking in tongues, that is your weapon. നിന്റെ അന്യഭാഷയുണ്ട്, അതാകുന്നു നിന്റെ ആയുധം. You're clapping your hands, that is your weapon. നീ കൈ തട്ടുന്നുവല്ലോ, അതത്രേ നിന്റെ ആയുധം. You're standing on your knees, that's your weapon. നീ മുഴങ്കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതത്രേ നിന്റെ ആയുധം. You're shouting and saying, Jesus, help me, that is your weapon. യേശുവിനെ നോക്കി നിലവിളിക്കുന്നുവോ, യേശുവേ എന്നെ സഹായിക്കണമേ, അതത്രേ നിന്റെ ആയുധം. Shidama Taryakara Sikatia Samparni Hasaba Shibantiana Ausama Katura Shabaria Tula Sirau Shaba Turau Sarialabat Zima Tura Sira Tura Shara. Thank you, Jesus. Thank you, Jesus. Rialama Sagadina Sikaraba Shabakatia Satilama Saba Riba Natuna Yatra Santala Haushaba Katudanka Sabankaramani Antuna. Some of you have not received the anointing.
നിങ്ങളിൽ ചിലർ അഭിഷേകം പ്രാപിക്കാതിരിക്കാം. But you are sitting in the middle of anointed people. എന്നാൽ നിങ്ങൾ അഭിഷക്തരായ കുഞ്ഞുങ്ങളുടെ അഭിഷക്തരായ ജനങ്ങളുടെ ഇടയിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. Their anointing is going to touch you. അവരുടെ അഭിഷേകം മൂലവും അതും നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയാകും. Young boys and girls who have received the anointing, listen. യൗവനക്കാരായ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഇപ്പോൾ തന്നെ ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുക. Listen, listen. ആ അഭിഷേകത്തെ നിങ്ങൾ അന്യഭാഷയെ ശ്രദ്ധിക്കുക. Young people who have received the anointing, listen. അഭിഷേകത്തെ പ്രാപിച്ച യൗവനക്കാർ ഇത് ശ്രദ്ധിക്കുക. Out of your belly shall flow rivers of living water. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമാറാകട്ടെ. As you get filled in the spirit, those people next to you who have not the anointing are going to get filled in the spirit. അഭിഷേകം പ്രാപിച്ചവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അഭിഷേകത്തിന്റെ ഒഴുക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നവർ പോലും അഭിഷേകം പ്രാപിക്കാത്തവർ അവർ അഭിഷക്തരായി തീരുവാൻ ഇടയാകും. By your anointing, their evil spirits will be crushed. നിന്റെ അഭിഷേകത്താൽ മറ്റുള്ളവരോട് പോരാടുന്ന ദുരാത്മാക്കൾ ചവിട്ടി മെതിക്കപ്പെടും. Shiram rahamta istari labausha sikri bihamsana mankara mania zima aturia brahatula shabaria thura. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ വീശുന്നു അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ swantagama sandabagar matilaba riatra sinkaraba ushamtada. പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ. ദൈവത്തിന്റെ തേജസ്സിവിടെ ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്കവേണം
വെളിച്ചമായി പ്രകാശിക്ക വേണം വെളിച്ചമായി ദൈവത്തിന്റെ തേജസ്സും നിവിടെ ദൈവത്തിന്റെ തേജസ്സും നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി പ്രകാശിക്ക വേണം വെളിച്ചമായി ദൈവത്തിന്റെ തേജസ്സും നിവിടെ ദൈവത്തിന്റെ തേജസ്സും നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി പ്രകാശിക്ക വേണം വെളിച്ചമായി പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ പാപത്തിന്റെ എല്ലാ അന്ധകാരവും പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ ഓ എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങി പോകട്ടെ 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 Sankaramana Zim Apricha Di Satri Achaderi Lokrivi Saba Rianama Sankalabana Mankara பொழிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை 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 ബാലനായ ദാവീദേ ഗോലിയാത്തിനെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ മറയ്ക്കപ്പെടാത്ത ഒരു സ്ഥാനമുണ്ട്, അത് അവന്റെ നെറ്റിയാകുന്നു. അത് നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നിരിക്കുകയാകുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ എന്റെ ആത്മാവിലൂടെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്റെ നാമത്തെ നീ ഉപയോഗിക്കുക, ധൈര്യമായി എന്റെ ശത്രുവിനോട് പോരാടുക.
Rabagadagaduribikadam Sharakatra. Rabalagadanagaduribikadam Sharakatra. Rivalamanam Shavala Hadura. Sudaguduribikadanagadam Sharaharia. Ribikadanagaduravalam Sharakatra. Sipra Hakala Shapara Satikara Bakna Hakaratura. For the anointing that God has given us, shall we praise God? നമുക്ക് നൽകിയ ഈ ശ്രേഷ്ഠമേറിയ അഭിഷേകത്തിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotram, 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 Stotram. Through the anointing, Goliath is not the giant, we are the giants. അഭിഷേകത്തിലൂടെ ഗോലിയാത്തല്ല നേതാവ്, തലവൻ, നാം ആകുന്നു വലിയവൻ. God has, for the giant anointing God has given us, let us praise God. ഒരു രാക്ഷസ തുല്യമായ ശക്തിയേറിയ ഒരു അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകർന്നല്ലോ, അതിനായി നന്ദിയോടെ ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotram, 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 സ്തോത്രം, Stotram, 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 Stotram. സ്തോത്രം. Young brothers and sisters, please do not compromise half Egypt, half Canaan. Fully leave Egypt. We don't need it. പ്രിയ യൗവനക്കാരെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ദയവായി നിങ്ങൾ ഈ ഒരു എൻ്റെ മിസ്രയും എൻ്റെ കനാൻ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഒത്തുപോകരുത്, അഥവാ രണ്ടും വേണമെന്ന് ചിന്തിക്കരുത്. മിസ്രൈമെ വിട്ടേക്കുക, കനാനെ അവകാശമാക്കിക്കൊള്ളുക. We belong only to Jesus. നാം എല്ലാവരും യേശുവിന് മാത്രം സ്വന്തമാണ്. Surrendering ourselves fully into Jesus' hands, let us praise God. നമ്മെ എല്ലാവരെയും പൂർണ്ണമായി യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. Stotram, 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 Stotram. எங்களை நேசிக்கிற நல்ல ஆண்டவரே, உம்முடைய சமூகத்துக்காக ஸ்தோத்திரம். எங்களை நேசித்து ஆண்டவரே, வாலிபர்களாகி நாங்கள் ஒரு சிறிய கூட்டமாய் இந்த நேரத்தில் கூடி உம்மை ஆராதிக்க எங்களுக்கு தந்த கிருபைக்காக ஸ்தோத்திரம். ஆண்டவரே, எங்களோடு போராடி கொண்டிருந்த எகிப்தின் வல்லமைகளை ஒன்று கூட திருச்செறிய கண்டு உணர எங்களுடைய கண்களை நீர் துறந்தீரே, அதற்காக உமக்கு ஸ்தோத்திரம். நாங்கள் விட்டு வந்த அந்த பாவங்கள் எங்களை மறுபடியும் தந்திரமாய் வஞ்சிக்க பிரயாசப்பட்டதை ஒன்று கூட கண்கள் திறந்து காண எங்களுடைய கண்களை நீ திறந்தபடினால் ஒரு முறை கூட நாங்கள் உம்மை துதிக்கிறோம் சுவாமி. இன்று காண்கிற எகிப்தினரை இனி காண்பதில்லை என்ற அந்த வசனத்தின் பிரகாரம் அந்த எகிப்தின் வல்லமைகளிலிருந்து விடுதலையாக்க எங்களுக்கு ஒரு அபிஷேகத்தை நீர் தந்திருக்கிறபடினால ஸ்தோத்திரம் சுவாமி. தொடர்ந்து அபிஷேகத்திலும் கிருபையிலும் உம்மை சார்ந்து, உம்மை நேசித்து, உம்மை சேவித்து, உமக்காக ஜீவிக்க எங்க எல்லாருக்கும் கிருபை தாரும், ஆசீர்வதியும். இயேசுவின் நாமத்தில் பிதாவே. Amen. Now may the grace of our Lord Jesus Christ, the love of God the Father, and the sweet fellowship of the Holy Spirit rest and abide with us now and until Jesus returns in glory. Amen. Hallelujah. 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 Hallelujah.